ജോർജുട്ടി വാടാ, കൂടിട്ട് പോകാം. ഏയ് അമ്മായി, എന്തോ പഞ്ചായത്ത് അടിക്കുവാന്നോ? ഡാൽമരി കൂട്ടിനായി നീ വരുന്നു. ആടിടാം പാടിടാം കൂടിടാം കൊഞ്ചിടാം കൂട്ടിനായി നീ വരുന്നു. ലൈല ചിരിച്ചാൽ നൈസായി എടുത്താൽ നൈറ്റോ ഞാനല്ലേ നിന്മാരൻ. നാണം വേണ്ട ക്യാപ്പോ നികത്ത് പുലിവാലില്ല പോവാടി. തൊട്ടാപാടി പെണ്ണെ നീ നോക്കി നിന്നാലിഷ്ടം. തൊട്ടാപാടി പെണ്ണെ നീ നോക്കി നിന്നാലിഷ്ടം. ഷെയറിങ് പ്ലേയിങ് മേക്കിങ് ലവിങ് കൂട്ടിനായി നീ വരുന്നു. ആടിടാം പാടിടാം കൂടിടാം കൊഞ്ചിടാം കൂട്ടിനായി നീ വരുന്നു. വാറ്റ് കെട്ടി നാവിലൊത്തിരി നീട്ടി ചിങ്കാരത്തിൽ കൊഞ്ചാമല്ലേ തേൻമൊഴിയെ വായോ. നാലടിച്ച ചോറ് കൂടിയെന്നാൽ ബോറ് ചേലനയും നൂലുന്നില്ലേ കാഞ്ചിപുരം ചേല്. പെൺമണിയെ നീ ഇന്ന് വരില്ലേ, മോഹിനിയായി എൻ മനസ്സിൽ കൂട്ടുവരില്ലേ. മയക്കും മങ്കയും നീ ചിരിക്കും സുന്ദരി നീ, തകിലു പുകിലു താളമുണ്ടേ മേളഘോഷമായി. ജിഞ്ചിലിക്ക മീനോ ഒന്ന് പിടിച്ചുവെന്നാൽ വഴുതി മാറും മീനോ. ജിഞ്ചിലിക്ക മീനോ ഒന്ന് പിടിച്ചുവെന്നാൽ വഴുതി മാറും മീനോ. ഡാൽമരി കൂട്ടിനായി നീ വരുന്നു. ആടിടാം പാടിടാം കൂടിടാം കൊഞ്ചിടാം കൂട്ടിനായി നീ വരുന്നു. കണ്ണേപ്പൊന്നേ നിന്നെ ഓർത്തു വെച്ചോ പിന്നെ. നോക്ക് ഫ്രീക്ക് കേട്ടതെല്ലാം പ്രാങ്ക്. പുഞ്ചിരിയെല്ലാം നീക്ക് നിന്റെ അഴകുമല്ലേ കാട്ട്. രാവിലൊന്ന് മേയാം നിന്നെ നീ ഒന്ന് പുൽകാം. തേൻ ചുണ്ടിലൊന്ന് മുത്തം നീ കൊഞ്ചാതടി മൈനെ. നാക്കു കുഴയുമോ മണ്ട കറങ്ങുമോ, ഒരു മിന്നലിലോ പറങ്ങി മലയോ മുറഞ്ഞു തുള്ളിയോ. കുടിച്ചു മതിച്ചതോ എൻ മനസ്സു നിറഞ്ഞതോ, ഒരു ചെറുതു മുഴുവൻ അടിച്ചു തീർത്തു കിറുങ്ങിയിരിക്കുമേ. ജിഞ്ചിലിക്ക മീനോ ഒന്ന് പിടിച്ചുവെന്നാൽ വഴുതി മാറും മീനോ. ജിഞ്ചിലിക്ക മീനോ ഒന്ന് പിടിച്ചുവെന്നാൽ വഴുതി മാറും മീനോ. ഡാൽമരി കൂട്ടിനായി നീ വരുന്നു. ആടിടാം പാടിടാം കൂടിടാം കൊഞ്ചിടാം കൂട്ടിനായി നീ വരുന്നു. ലൈല ചിരിച്ചാൽ നൈസായി എടുത്താൽ നൈറ്റോ ഞാനല്ലേ നിന്മാരൻ. നാണം വേണ്ട ക്യാപ്പോ നികത്ത് പുലിവാലില്ല പോവാടി. തൊട്ടാപാടി പെണ്ണെ നീ നോക്കി നിന്നാലിഷ്ടം. 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 ബിൽക്കോമാ എന്താ ഉണ്ടായെന്ന് തെളിച്ചു പറ. ഒരു കൊലയാ സാറാ നടന്നത്. താൻ കണ്ടായിരുന്നോ? അത് പ്രവാലികയാ കണ്ടത്. താനാണോ പ്രവാലിക? എന്താ സംഭവിച്ചത്? ഹലോ എടി എവിടെയാടി ഉള്ളത്? സമയം അമ്പലത്തിലേക്ക് വന്നാടി. ക്യാബ് മിസ്സായി. ഞാൻ ഇപ്പൊ വരാം. ഏയ് ഇന്ന് പാർട്ടിയല്ലേ, വരുമ്പോ വോഡ്ക വാങ്ങിട്ട് നീ ഇത്
ഇതെന്തൊക്കെയാ പറയുന്നേ? ഞാൻ ദേ ഇവിടെ അമ്പലത്തിലാ. ഇതൊന്നും ഞാൻ എൻകറേജ് ചെയ്ത് തരില്ല. ഐ എം സോറി. ഓട്ടോ ചേട്ടാ, ഓട്ടം പോവോ? എവിടെ പോണം? ഇല്ല, ഒന്നുമില്ല, വേണ്ട. എവിടെ പോണെന്ന് പറയും മോളെ. അതേ എന്താ കൊച്ചേ, പറ, പോകണ്ടേ? ഹലോ, എടി, ഞാൻ അങ്ങോട്ട് വന്നോണ്ടിരിക്കല്ലേ. നീ ഒന്ന് ഫോൺ വെച്ചേ. ഫോൺ വെക്കടി. എനിക്ക് വല്ലാതെ പേടിയാവുന്നു. എനിക്ക് വീട്ടിൽ പോണം. ക്യാബ് അറേഞ്ച് ചെയ്യാൻ പറയൂ പ്ലീസ്. സാർ, രാത്രി 11 മണിക്ക് ശേഷം CCTV ക്യാമറ ഒന്നും വർക്ക് ചെയ്തിട്ടില്ല.
സ്വപ്നം കണ്ടോ? ഇനി ഇതോർത്ത് എത്ര നാളാണാവോ പേടിച്ചിരിക്കാൻ പോകുന്നതെന്നറിയില്ല. നിന്റെ ഈ പേടി കാരണം ഞാൻ എന്റെ റൂം വിട്ട് നിന്റെ കൂടെ കിടക്കുന്നത്. എന്നാൽ നീ ആണെങ്കിലോ, കമോൺ പ്രവി, ചേഞ്ച് യുവർ സെൽഫ്. ഇങ്ങനെ നീ എന്ത് കണ്ട് പേടിച്ചോണ്ടിരുന്നാലേ ഈ സൊസൈറ്റിയിൽ നീ എങ്ങനെയാ ജീവിക്കുന്നത്? ലൈഫിൽ നീ എത്രയോ കാര്യങ്ങൾ ഫേസ് ചെയ്യാനിരിക്കുന്നു. ശരി, ജോഗിങ്ങിന് വരുന്നുണ്ടോ? ഒരു റിലാക്സേഷൻ കിട്ടും. ഇല്ല. ശരി, ഞാൻ പോയിട്ട് വരാം. കഥ അടച്ചോ. ഹായ്, ഗുഡ് മോർണിംഗ്. ഹായ്, മോർണിംഗ്. എന്താ ലേറ്റ്? ഹേയ്, ഐ എം നോട്ട് ലേറ്റ്. ഷീ ഈസ് സ്റ്റിൽ അലൈവ്. അതെ അതെ, ചോര ഊറ്റി കുടിക്കാൻ. വാട്ട് ഡു യു മീൻ? ഞാൻ രാക്ഷസിയാണെന്നാണോ? ഓക്കേ, ബൈ. ഹേയ് മധു, നിക്ക് മധു. മധു, ഞാനൊരു തമാശ പറഞ്ഞ കേട്ടോ. പ്ലീസ് ചൂടാകാതെ. ഇയാള് രാക്ഷസിയൊന്നുമല്ല. നീ എന്റെ പ്രമദവനത്തിലെ രാധയല്ലേ, അല്ലാതെ രാക്ഷസി യക്ഷിയൊന്നുമല്ല. അയ്യോ, നിനക്കും ഇനി നിർത്താറായില്ലേ രാക്ഷസി യക്ഷിന്നൊക്കെ? രാത്രിയാണെങ്കിൽ ഒരുത്തി റൂമിൽ ഇങ്ങനെ പറഞ്ഞു എന്നെ ഉറക്കാറേ ഇല്ല. ഇപ്പത്തെ നിന്റെ വകയും. ഓഹോ, പ്രവാലികയാണോ പറഞ്ഞേ? ഇപ്പൊ എനിക്ക് മനസ്സിലായടി. ഈ ദേഷ്യം എന്നോടൊന്നുമല്ല, പ്രവാലികയോടല്ലേ. ചേച്ചേ, ദേഷ്യോ? അവളോടോ? പ്രവിയോട് ആർക്കും അങ്ങനെ ദേഷ്യം തോന്നില്ല. എന്തെന്നാ, ദേഷ്യം വരുന്നത് പോലെ അവൾ അങ്ങനെ ആരോടും പെരുമാറാറില്ല. അവക്ക് വേറെ ആരുമില്ലടാ. ഞാൻ അവളുടെ ഫ്രണ്ട് ആവുന്നതിന് മുൻപേ അവളുടെ അമ്മ നേരത്തെ തന്നെ മരിച്ചിരുന്നു. റീസെന്റ് ആയിട്ട് ആ ഓഫീസില് കൂടെ ജോലി ചെയ്യുന്ന ആളുടെ ഡെഡ് ബോഡി കണ്ട് അവൾ ഒരുപാട് പേടിച്ചിരുന്നു. ഒരു റിലാക്സേഷൻ അവളെ കൂടെ വിളിക്കാൻ പാടില്ലായിരുന്നു? അവൾക്ക് റിലാക്സേഷനോ? ഡാൻസ് മാത്രമാണ് അവളുടെ ആശ്വാസം. അവളുടെ ദേഷ്യം, സന്തോഷം, സുഖം, ദുഃഖം, അവക്കെല്ലാം ഡാൻസാ. വസന്തം നീരാടുന്നു, പുഷ്പങ്ങളിൽ സുഗന്ധം ചേക്കേറുന്നു, കാറ്റായി വരും നുറുങ്ങുഗാനങ്ങളും കേൾക്കാൻ വരും വിളർന്നൊരുന്മാദവും. വർണ്ണങ്ങളിൽ വസന്തം നീരാടുന്നു, പുഷ്പങ്ങളിൽ സുഗന്ധം ചേക്കേറുന്നു. മേഡം, പാല്. കുറച്ചു നേരം മുമ്പ് ഇവിടേക്ക് ആരെങ്കിലും വരുന്ന കണ്ടായിരുന്നോ? ഇല്ല മേഡം, ഇവിടെ ആരും വന്നില്ലല്ലോ. ഞാനറിയാതെ ഇവിടെ ആര് വരാനാ മേഡം? എന്താ മേഡം, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല ഇല്ല മേഡം, 10 വർഷമായി ഞാനിവിടെ വാച്ച്മാനായിട്ട് ജോലി ചെയ്യുന്നു. ഞാൻ വെറും ഒരു വാച്ച്മാൻ മാത്രമല്ല മേഡം. വാച്ച്മാൻ കം ഇലക്ട്രീഷ്യൻ കം പ്ലംബർ കം മിൽക്ക്മാൻ കം റൂം ബോയ് കം. നിങ്ങളായിരുന്ന മേഡം? അല്ല, മധു മേഡം. എന്താ കാലത്ത് വന്ന് ബഡായി ബംഗ്ലാവ് അവതരിപ്പിക്കുന്നേ? ബെഡായിയോ? എന്നെ കണ്ട ബെഡായി പറയുന്നവനാണെന്ന് തോന്നുന്നു മേഡം. മനസ്സിലായല്ലോ, പോവാൻ നോക്ക്. എന്തടി കയ്യില് റോസൊക്കെ ആയിട്ട്? ഞാൻ വെച്ചതൊന്നും അല്ല, ഗിഫ്റ്റായിട്ട് വന്ന പോവാ. പിന്നെയോ? ആരാടി ഈ മറഞ്ഞിരിക്കുന്ന കാമുകൻ? ഫ്രം അഡ്രസ് ടു അഡ്രസ് ഒന്നും ഇല്ലാതെ ഡെയിലി ഇങ്ങനെ ഗിഫ്റ്റ് അയക്കലാണല്ലോ. എന്തിനാടി ഹൈഡ് ആൻഡ് സീക്ക് ലവ്?
ഹായ് പ്രവാളിക. ഹായ് 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 പ്രവാലിക. ഹായ് നൗ യു ആർ ഓൾ റൈറ്റ്. ഫൈൻ ഓക്കെ ഫൈൻ. ഹായ് ഹായ് പ്രവാളിക. ഹൗ ആർ യു? ഐ ആം ഫൈൻ ഹായ്. ഹായ് എന്താടി നീ പേടിച്ചു പോയോടി? വിനോദിന്റെ സ്ഥാനത്ത് പുതിയതായിട്ട് വന്ന ടീയിലാണ്. പട്ടാപ്പകല് ഒരു പേടിയുമില്ലാതെ കൂർക്കം വലിച്ചുറങ്ങുകയാണല്ലേ? ആലോചിനി വെറുതെ ശല്യപ്പെടുത്താതെ ഞാൻ ഇച്ചിരി ഉറങ്ങട്ടെ. ചൊറിയാടി എന്നെ. നിന്നോട് ഞാൻ സോറി സാർ. എന്താടോ കാവല് നിൽക്കാൻ പറഞ്ഞ സുഖമായിട്ട് ഉറങ്ങുകയാണല്ലേ? ഇത് ഞാൻ കേൾക്കണം. രാത്രി മുഴുവൻ വാച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് പകലും വാച്ച് ചെയ്യണമെന്ന് പറഞ്ഞാൽ എനിക്കെന്താ സാർ ഉറങ്ങാൻ പിടിക്കൊന്നും വേണ്ടേ? ഡോ അധികം പാചകം അടിക്കണ്ട. എന്താണിത്? ഇത് പ്ലാസ്റ്റിക് കവറാണ് സാറേ. അതെനിക്കറിയാം. ഈ അപ്പാർട്ട്മെന്റിൽ പ്ലാസ്റ്റിക് കവർ യൂസ് ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്താൽ 50 രൂപ പിഴയാണ്, മനസ്സിലായോ? ഇത് ഞാൻ ഉപയോഗിച്ചല്ലേ സാറേ. ഇത് ആരിവിടെ കൊണ്ടിട്ടെന്ന് അറിയത്തില്ല സാറേ. ആരിട്ടതെന്ന് അറിയണം. ഈ അപ്പാർട്ട്മെന്റില് ആരൊക്കെ വരുന്നു, ആരൊക്കെ പോകുന്നു, ഇതൊക്കെ അന്വേഷിക്കലാണ് നിന്റെ ജോലി. അതൊക്കെ പോട്ടെ. സാറേ 50 രൂപയാണല്ലോ സാറേ. 50 രൂപ പിഴ. പിന്നെ 50 രൂപ ആരിവിടെ കൊണ്ടുവന്ന് ഇട്ടതെന്ന് അറിയില്ലെന്ന് പറഞ്ഞില്ലേ, അതിനുള്ള പിഴ. ഞാനാരാ മോൻ? നിന്റെ വിറ്റ കാശ് എന്റെ കയ്യിലുണ്ടടാ. അടിയുള്ള നീച്ചണ്ടയും കാശ് മേടിക്കാനായിട്ട് ദേ ആ മാരാരും. മധു, ഇന്നത്തെ ജോഗിങ് ഒന്ന് ഒഴിവാക്കിക്കൂടെ നിനക്ക്? ഐ മീൻ ജോഗിങ്ങിന് ഇന്ന് പോകണ്ടെന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. എന്തേ, ജലസിയാണോ? ഞാൻ വല്ലതും പറയും. ആ റോസാപ്പ് വെക്കുന്ന ആളെ പിടിക്കാനൊന്ന് ഹെൽപ്പ് ചെയ്യാമെന്ന് ചോദിക്കാൻ വന്നതാ, അത്രേ ഉള്ളൂ. ഓ, ഡെയിലി ഫ്ലവർ ഗിഫ്റ്റ് വെച്ചിട്ട് പോന്ന നിന്റെ ബോയ് ഫ്രണ്ട് അവനല്ലേ? അടിച്ചു നിന്റെ കൊല്ലി ഞാൻ. ബോയ് ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞ. സോറി ഡിയർ. ഓക്കെ, ഇന്ന് തന്നെ അവന്റെ കഥ അങ്ങോട്ട് കഴിച്ചേക്കാം നമുക്ക്. വാടി പോവാം. ഇനി എത്ര നേരം വെച്ചാടി? നീ മാറി, ഞാൻ നോക്കാം. ഇയാൾക്കിന്ന് പണി കൊടുക്കാം. അടിക്കല്ലേ മോളെ, ഇനി ഞാൻ ചെയ്യില്ല. അയ്യച്ചി, ഈ പ്രായത്തിൽ ഇതാണ് നിങ്ങളുടെ കയ്യിലിരിപ്പ്? അത് ശീലമായി പോയി മോളെ. എന്തോന്ന് ശീലോ? അതെ മോളെ, ഇവിടെ വർക്കൗട്ട് ആയില്ലെങ്കിലേ മേലെ, അവിടെ വർക്കൗട്ട് ആയില്ലെങ്കിലേ താഴെ. ഇങ്ങനെയൊക്കെ ചെയ്യാൻ നിങ്ങൾക്ക് നാണാവുന്നില്ലേ? ഇതിലെന്താ എത്ര നാണിക്കാൻ? വായിച്ചിട്ട് തിരിച്ചു വയ്ക്കുമല്ലോ. പേപ്പർ വായന എന്റെ ശീലമായി പോയി. പേപ്പർ വാങ്ങാതിരിക്കുന്നത് മറ്റൊരു ശീലം. മറ്റുള്ളവരുടെ പേപ്പർ കട്ടെടുത്ത് വായിക്കുന്നത് വേറൊരു ശീലം. അപ്പോ ഫ്ലവറും ഗിഫ്റ്റും വെച്ചത് നിങ്ങളല്ലേ? പേപ്പർ വാങ്ങിക്കുന്ന കാര്യത്തിലേ കൺഫ്യൂഷനാ. ഇതിനിടയ്ക്കാണോ ഫ്ലവറും ഗിഫ്റ്റും ഒക്കെ? ഒന്ന് പോ മോളെ. മോളെ മോളെ മോളെ, ഈ കാര്യം ആരോടും പറയരുത് കേട്ടോ, എന്റെ മാനം പോകും. വരട്ടെ മോളെ, വരട്ടെ. രക്ഷപ്പെട്ടു. ഹായ് മധു. നീയോ? പിന്നല്ലാതെ. നീ എന്താ വേറെ ബോയ് ഫ്രണ്ടിനെ പ്രതീക്ഷിച്ചോ? എന്റെ പൊന്നെ, ഒരു തമാശ പറഞ്ഞാടി ഞാൻ. വളരെ തമാശയായി പോയി. എന്റെ മധു, നീ ദേഷ്യപ്പെടാതെ. നീ എന്താടി രാവിലെ നടക്കാൻ വരാഞ്ഞ്? രാവിലെ നിന്റെ ഈ മോന്ത കണ്ട ആ ദിവസം പോക്ക. എങ്കിൽ രാത്രി നീ എന്റെ ഫ്ലാറ്റിലേക്ക് വാടി. മധു, നോക്ക്, വീക്കെൻഡ് ഞാനൊരു ടൂർ പ്ലാൻ ചെയ്തിട്ടുണ്ട്. 2 days ഒന്നും അല്ല, 1 weekആണ്. ഓ, ഹാപ്പി ജേർണി. നിനക്ക് വേണ്ടിയല്ലേ ഞാൻ പ്ലാൻ ചെയ്തേ. ദേ വരില്ലെന്ന് പറയല്ലേ. എന്നെ കൊണ്ടൊന്നും പറ്റില്ല. നിനക്ക് പോയിക്കൂടേടി? മൂടില്ല എനിക്ക്. അതിന്റെ കാര്യമല്ലേ, അത് ഞാൻ റെഡിയാക്കാം. എന്റെ പൊന്നെ, എന്തായാലും
ഇത് പിടിക്ക്. ഡി മധു, എടി ഞാൻ പറഞ്ഞു കേക്കടി. മധു പ്ലീസ്, മധു പ്ലീസ്, എടി പ്ലീസ് എടി. ഡി അധികം ജാട കാണിക്കല്ലേ. ഓക്കെ പറയടി. ഓക്കെ. എനിക്ക് വയ്യ. മധു വാ. ഗുഡ് മോർണിംഗ് സാറേ. എന്താ സാറേ വളരെ ഹാപ്പി ആണല്ലോ. കാപ്പിയോ? അതെ സാറേ, ഹാപ്പി എന്നാ. ഓ അങ്ങനെ. സാറേ നിങ്ങൾ വന്ന മനസ്സ് വെച്ചാ ഞാൻ ഹാപ്പി ആകും. കൊച്ചെളുപ്പം കാലത്ത് വേണം. ദാ പിടിക്ക്. ഇപ്പൊ ഹാപ്പി ആയോ? ഹാപ്പി സാർ, താങ്ക് യു സാർ. വാച്ച്മാൻ. ആ സാർ. നമസ്കാരം സാറേ. എൻ്റെ വീട്ടിലേക്ക് എപ്പോഴും ഒരു കണ്ണ് വേണം. ഒരു കണ്ണെന്തിനാ സാറേ, 2 കണ്ണും വെച്ചേക്കാ സാറേ. അത് പിന്നെ സാറായിട്ടെന്ത്. ഇതാ. ഓക്കെ, അപ്പൊ പറഞ്ഞു. പുറത്ത് നിൽക്കുമ്പോൾ വലിയ ആഡംബരമല്ലേ, അകത്ത് കയറിയ നാറ്റക്കേസാ. സാർ നമസ്കാരമുണ്ട് സാറേ. നമസ്കാരം. എന്താ അദ്ദേഹം പറഞ്ഞേ? എന്ത് പറയാനാ സാറേ, അദ്ദേഹത്തിന്റെ വീട്ടിൽ ആരെങ്കിലും വരുന്നുണ്ടോ പോകുന്നുണ്ടോ എന്ന് നോക്കിക്കോണോന്ന് പറയുമായിരുന്നു. ഓ അതാണോ കാര്യം? താനെന്താ എന്നെ നോക്കുന്നേ? അയ്യോ സാറ് ചുമ്മാ നോക്കിയതല്ലേ, സാറ് വലിയ ആള് തന്നെ. സാറ് ഒരു പാവം. വേണ്ട. കൊറിയർ ഉണ്ട് മാഡം. മാഡം ഒരു സൈൻ. പ്രവി, നിനക്കൊരു കൊറിയർ വന്നിട്ടുണ്ട്. എനിക്കോ? നിനക്ക് തന്നെയാ. വാവ്, ബ്യൂട്ടിഫുൾ. ആള് ഭയങ്കര ബുദ്ധിമാനാണല്ലോ. റൂട്ട് മാറ്റിയിരിക്കുന്നു. എന്തായാലും 2 അഡ്രസ് എന്ന് നിനക്ക് തന്നെയാന്ന് ബോധിപ്പിച്ചു. ഇതിന്ന് നിനക്കെന്താ മനസ്സിലായേ? അയാൾക്ക് സ്നേഹിക്കാനുള്ള ഒരു മനസ്സുണ്ടെന്ന് മനസ്സിലായി. അപ്പോ നിന്റെ മനസ്സിൽ സ്നേഹമുണ്ടോ? ആഹാ, നാണം വരുന്നുണ്ടല്ലോ. കുടുങ്ങി നീ. മാമാങ്കം പലകുറി കൊണ്ടാടി നിളയുടെ തീരങ്ങൾ നാവായി. മാമാങ്കം പലകുറി കൊണ്ടാടി നിളയുടെ തീരങ്ങൾ നാവായി. കേരള പഴമചരിതമെഴുതിയൊരു ഭാരത പുഴതനറിയ മണത്തരികളെ പറയുക പറയുക നിണമൊഴുകിയ കഥമാമാങ്കം പലകുറി കൊണ്ടാടി നിളയുടെ തീരങ്ങൾ നാവായി. കേരള പഴമചരിതമെഴുതിയൊരു ഭാരത പുഴതനറിയ മണത്തരികളെ പറയുക പറയുക നിണമൊഴുകിയ കഥമാമാങ്കം പലകുറി കൊണ്ട. മധു, മധു, എന്തു പറ്റി? താഴെ എന്തോ സംഭവിച്ചിട്ടുണ്ട്.
എന്താന്ന് പോയി നോക്കിട്ട് വരാം. വാ വാ. പ്രവി, പ്രവി, നിനക്കെന്താ പറ്റിയ? പ്രവി, പ്രവി, എന്ത് പറ്റി? പ്രവി, പ്രവി. ഓ ഗോഡ്. മധുവേ, എടി നീ ഇവിടെ ഉണ്ടായിരുന്നു? താഴെ വാച്ച്മാൻ മരിച്ചു എന്ന് പറഞ്ഞ ആള് കൂടിയേക്കുന്നടി. പാവ, അയാൾ നല്ല മനുഷ്യനായിരുന്നു കേട്ടോ. ഇന്നലെയും കൂടെ എന്നോട് നന്നായിട്ട് സംസാരിച്ചെന്നേ. അയാളെ ഇത്ര ക്രൂരമായിട്ട് കൊല്ലാൻ വേണ്ടി ആർക്കും ഇത്ര വൈരാഗ്യം? ഇതെന്താ പ്രവാലിക്ക് എന്താ പറ്റിയേ? കുറച്ചു നാളായിട്ട് ഒരു കുഴപ്പമില്ലായിരുന്നു. ആ വാച്ച്മാന് ഡെഡ് ബോഡി കണ്ട് പിന്നെ അവൾ ആകെ വല്ലാണ്ടായി. ഇവൾ ഇത്ര സെൻസിറ്റീവ് ആയിരുന്നായാലും എങ്ങനെയാ? കഷ്ടമുണ്ട് കേട്ടോ. അതുപോട്ടെ, നീ എന്താടി ഈ വേഷത്തിരിക്കുന്നത്? പോയി റെഡിയാക്ക്. അപ്പൊ നീ പ്രോഗ്രാം മറന്നു പോയടി. ഇത് കണ്ടില്ലേ, സമയം എത്രയാന്ന് നോക്ക്. സോറി സഞ്ജയ്, ഇവളെ ഇങ്ങനെ ഈ അവസ്ഥയെ വിട്ടിട്ട് ഞാൻ എങ്ങനെ നിന്റെ കൂടെ വരാ? പ്ലാൻ ചെയ്ത് എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്തത് ഞാനല്ലേ, എന്നിട്ട് ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞ? സഞ്ജയ് പ്ലീസ് മനസ്സിലാക്ക്. ഓക്കെ മധു, എനിക്ക് നന്നായിട്ട് മനസ്സിലായല്ല. ഗുഡ് ബൈ. സഞ്ജയ്, സഞ്ജയ് നിക്ക്. സഞ്ജയ്, സഞ്ജയ് ഞാൻ പറയുന്ന കേക്ക്. സഞ്ജയ് നിക്ക്. സഞ്ജയ്, സഞ്ജയ് നിക്കടാ. സഞ്ജയ് ഒരു മിനിറ്റ് നിക്ക്. സഞ്ജയ്, സഞ്ജു പറയുന്നത് മനസ്സിലാക്ക്. ശരി, എന്നാ നമ്മുടെ കൂടെ പ്രവീനെ കൂടെ കൊണ്ടുപോയാൽ എന്താ? എന്താ പറഞ്ഞേ? അവള് നമ്മുടെ കൂടെ വരുന്നോ? അതെ, അതും നിനക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം. ഓക്കെ. ആരാടാ നീ? എടാ കിരണേ. അതെടാ ഞാൻ തന്നെ. എടാ നീയോ? അതെടാ ഈ ഞാൻ തന്നെ. സത്യമായിട്ട് വിശ്വാസം വരുന്നില്ല എനിക്ക്. നീ എവിടെയായിരുന്നാ? ഹായ് മധു, ഇതെന്താ വളരെ ബോറായിട്ട്, അല്ല ഐ മീൻ സുന്ദരിയായിട്ട്? ഇതൊക്കെ നിന്റെ പ്ലാൻ ആയിരുന്നല്ലേ? നീ ഭയങ്കര സാധനം കേട്ടോ. നീ കണ്ടുപിടിച്ചല്ലോടി കളി. എടി പൊട്ടി, അവൾക്ക് കമ്പനി കൊടുക്കാൻ ആളില്ലെങ്കിലേ നമ്മുടെ കാര്യം കട്ട പുകയല്ലടി. ഇനിയോ അത് മാത്രമാണോടി? നല്ല തൊണ്ടപ്പുള്ള സ്ഥലല്ലടി അവിടെ. നിന്നെ ഉണ്ടല്ലോ സംഗതി കിടുവല്ലേ? വാടാ വാടാ. ഓക്കെ ഓക്കെ ഓക്കെ. ബൈ ദ വേ കിരൺ, ഷീ ഈസ് മൈ ഫ്രണ്ട് പ്രവാലിക. ഓ ഹായ്. പ്രവാലിക അല്ലേ? ഈ പ്രവാലിക എന്ന് പേരുള്ളവരൊക്കെ ഈ മിണ്ടാ പൂച്ചയുടെ സ്വഭാവമായിരിക്കും. കൂടുതലും കണ്ണുകൊണ്ടുള്ള സംസാരം. കാണാനായിട്ട് നല്ല അടിപൊളിയുമായിരിക്കും, നല്ല ഭംഗിയടിച്ചിരിക്കും. സോറി, എന്റെ പേര് ജനിച്ച സമയത്ത് വെച്ചതല്ല, ഇടയ്ക്ക് വെച്ച് ഞാൻ തന്നെ മാറ്റിയതാ. ആണോ? അപ്പൊ ഈ കുട്ടിക്കാലത്തുള്ള പേരെന്തായിരുന്നു? മറന്നുപോയി. അതെങ്ങനെ മറന്നുപോയേ? അറിയില്ല, അന്ന് ഞാൻ ചെറിയ കുട്ടിയല്ലായിരുന്നു, അതാ മറന്നുപോയി. കൊതിച്ചൊന്ന് പായാം ശനനന ചുരങ്കേറിയാടാം ശനനന മനസ്സാകെ മോഹം. പതിവാകും ദൂരം എപ്പോഴും വഴികളിൽ കാഴ്ചയായി പുതുതീരം തിരയാം ഇന്നോ ചുറ്റും നിരയായി മാമരങ്ങൾ. കുതിച്ചൊന്നു പായാം ശനനന ചുരങ്കേറിയാടാം ഹോഷണന മനസ്സാകെ മോഹം. നഷ്ടം ഇല്ലി ജന്മമൊടുവിലോ ഇതുപോൽ തുടരാൻ ഭാഗ്യമരുളുമോ? പപപാം പാം പാം പപാം പപാം പപപാം പപാം പാം പപാം പപാം.
ഉലകം വെല്ലാൻ ഒരു നൊടി മാത്രം കയ്യും നെയ്യും ചേരവേ ഉണരും നേരം ഉദയം കാണെ അടരും കണികൾ നിൻമിഴിയിലായി കുതിച്ചൊന്നു പായാം ശനന ചുറങ്ങേറിയാടാം ഹോഷന മനസ്സാകെ മോഹം പ്രവാലിക്ക് ആക്ച്വലി ഞാനും ഈ കിരൺ എന്നുള്ള പേര് മാറ്റിയിട്ട് സന്തോഷം എന്നാക്കിയാലോ എന്ന് ആലോചിക്കാം. കാരണം ഞാനെപ്പോഴും സന്തോഷവാനാണല്ലോ. താങ്ക് യു. ഞാൻ പറഞ്ഞത് ലൊക്കേഷന്റെ കാര്യമാ. അതെ, ഇതൊരു ചെറിയ കാട് മാത്ര. കുറച്ച് അകത്തോട്ട് ചെല്ലുമ്പോഴേ നല്ല സൂപ്പർ സ്ഥലങ്ങളുണ്ട് മോളെ. അതെടാ വരൂ വരൂ. എൻ്റെ പേര് ഗൗരിന്നാ. ഞാൻ എവിടെയാണ് മാഡം ജോലി ചെയ്യുന്നത്? മുത്തശ്ശൻ പറഞ്ഞിരുന്നു നിങ്ങൾ വരുമെന്ന്. നിങ്ങളെ എല്ലാരെയും കണ്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നുവാ. ഇതാ വീട്. നിങ്ങൾക്ക് ഇവിടെ ഒരു പ്രശ്നമോ ശല്യമോ ഒന്നും ഉണ്ടാവില്ല. എങ്കിൽ ഞാൻ ரொம்ப നല്ല സമീപം. അല്ല, ഞാൻ നന്നായിട്ട് പാചകം ചെയ്യുമെന്ന് പറയാൻ വന്നതാ. ഞാനൊന്ന് പറയട്ടെ, നിങ്ങളെ കാണാൻ സിനിമാ നടിയെ പോലുണ്ട്. നിങ്ങൾ ചിരിക്കുന്ന കാണാനും നല്ല രസമുണ്ട് കേട്ടോ. ചിരിക്കുമ്പോഴും അളന്നേ ചിരിക്കുള്ളൂ അവള്. ഇങ്ങനെ ചിരി കൺട്രോൾ ചെയ്യുന്ന പെമ്പിളേരുടെ ഉള്ളിലെ തീർച്ചയായും പ്രണയം ഉണ്ടാവുമെന്ന് ഒരു ഗ്രേറ്റ് പേഴ്സൺ പറഞ്ഞിട്ടുണ്ട്. നീ പറഞ്ഞ ഗ്രേറ്റ് പേഴ്സൺ ആരാ? ഈ ഞാൻ തന്നെയാ. ഗുഡ് ജോബ്. ഇങ്ങോട്ട് വരുന്നുണ്ട്. ഐ എം സോ ടയർഡ്. ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാവേ. ചേച്ചി, അല്ല നിങ്ങൾ ഏതുവരെ പഠിച്ചിട്ടുണ്ട്? അത് പിന്നെ ഒരു ജോലി കിട്ടാനുള്ളതൊക്കെ പഠിച്ചിട്ടുണ്ട്. എനിക്ക് ഒത്തിരി പഠിക്കാൻ ഇഷ്ടമാണ്. ഞാനുണ്ടല്ലോ 5 വരെ പഠിച്ചിട്ടുള്ളതാ. ഈ കാട്ടിൽ നിന്ന് 5 കിലോമീറ്റർ ദൂരെ സഞ്ചരിച്ചാലേ ഞാൻ പഠിച്ച സ്കൂളിൽ കാണാൻ പറ്റും. അവിടെയാ ഞാൻ പഠിച്ചത്. എന്താ അതോടെ നിർത്തിക്കളഞ്ഞേ? അയ്യോ, ഞാൻ പഠിത്തം നിർത്തിയതൊന്നും അല്ല. ഞങ്ങളുടെ സ്കൂളിൽ ആകെ 5ാം ക്ലാസ് വരെയേ ഉള്ളൂ. എന്റെ മുത്തശ്ശന്റെ അടുക്കലുണ്ടല്ലോ സഞ്ജയ്, എന്താ എന്താ ഇവിടെ ആരും ഉണ്ട് സഞ്ജയ്? നമ്മളല്ലാതെ വേറെ ആരാ ഇവിടെ ഉള്ളത്? അല്ല സഞ്ജയ്, ഇവിടെ നമ്മൾ മാത്രമല്ലാതെ വേറെ ആരും ഉണ്ട്. അങ്ങനെ ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിലേ അവന്റെ കാര്യം കട്ട പോകുന്നു. ആരാ ഇവിടെ? ഞങ്ങളോട് വേണ്ട കളി. ധൈര്യമുണ്ട്, നേരിട്ട് പാടാ. അത് ശരി, നീ ആയിരുന്നല്ലേ? നിന്റെ ആരാടാ നീ?
അയ്യോ, ഇതെന്റെ മുത്തശ്ശനാ. നമസ്കാരം സാറേ. ഞാനാണ് ഇവിടുത്തെ വാച്ച്മാൻ. ഒട്ടും സുഖമില്ല, അതുകൊണ്ട് ഇങ്ങോട്ട് വരാത്തത്. അതാ എന്റെ പേരക്കുട്ടി ഇങ്ങോട്ട് അയച്ചത്. നേരെ ഒരുപാട് വൈകിയില്ലേ, അതുകൊണ്ട് ഇവളെ കൂട്ടിക്കൊണ്ട് പോകാൻ വന്നതാ. ഇനി എന്തിനാ ഇവിടെ നിൽക്കുന്നത്? അതല്ല മുത്തശ്ശ, രാത്രിക്കുള്ള ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ട് ഞാൻ വരാം. നേരം വൈകിയില്ലേ മോളെ, ഇനിയും തീർന്നില്ലേ? മുത്തശ്ശ ഒരു കാര്യം ചെയ്, ഗൗരി ഇന്ന് രാത്രി ഇവിടെ തന്നെ തങ്ങിക്കോട്ടെ, ഞങ്ങൾക്ക് ഒരു കൂട്ടാവുമല്ലോ. അതെ മുത്തശ്ശ, ഇവിടെ നിന്നോട്ട്. ഭക്ഷണം ഉണ്ടാക്കാൻ മാത്രമല്ല, സംസാരിക്കാനും അവള് നന്നായി സംസാരിക്കുന്നുണ്ട്. ഞാനിവിടെ കിടന്നോട്ടെ മുത്തശ്ശ. അപ്പം മുത്തച്ഛൻ ഇന്ന് എവിടുന്ന കഴിക്കുക? മുത്തശ്ശൻ ഇവിടുന്ന് കഴിച്ചു. അത് കൊള്ളാം. ഞാനിപ്പോ ഇവിടുന്ന് ആഹാരം കഴിച്ചാ ലക്ഷ്മിക്കും സരസ്വതിക്കും ആരാഹാരം കൊടുക്കും? അത് ഞങ്ങളുടെ പശുക്കളാ. ശരി മോളെ, നീ ഇവിടെ തന്നെ അങ്ങ് നിക്ക. പക്ഷെ കാലത്ത് നേരത്തെ അങ്ങ് എത്തിയേക്കണം കേട്ടോ. സൂക്ഷിച്ചു പോണേ മുത്തശ്ശ. സഞ്ജയ്, അപ്പോ ആ റോസ് വെച്ചതാരാ? അത് ഞാനാ. നീയോ? ഞാനാ വെച്ചെന്ന് പറഞ്ഞില്ലേ? ഈ കാട്ടിൽ അതിന് റോസാപ്പൂ എവിടെയാ? വിശ്വാസമില്ല, വാ ഞാൻ കാണിക്കാം. വാ, ഇത് പിന്നെന്താ? ഇപ്പൊ വിശ്വാസമായല്ലോ. എങ്കി വാ. എവിടെ എൻ്റെ തങ്കക്കുടത്തിനെ കാണുന്നില്ലല്ലോ. ഇനി എങ്ങനെ വണ്ടിയിൽ വെച്ച് മറന്നു കാണോ? ഓ, ഇവിടെയാണ് ഞാൻ വെച്ചത്. ഇതിലുണ്ടാവോ? ആ, കിട്ടിപ്പോയി. എടാ ചക്ക, ഇതെന്തോന്നാടാ? എടേ, ഒരു പെഗ് അടിക്കുന്നോ? എടാ, പെണ്ണുങ്ങളോടൊപ്പം വേറെ പണിയൊന്നുമില്ലേ? ഓ, ആണല്ലേ. പക്ഷെ എനിക്കങ്ങനൊന്നും ഇല്ലല്ലോ. നിനക്ക് എൻജോയ് ചെയ്യാൻ നിന്റെ ആള് കൂടെ ഉണ്ട്. എന്നാ എനിക്കോ ദൈവം മാത്രമേ ഉള്ളൂ. ചക്കരക്കുട്ടി, നീ പോയി എൻജോയ് ചെയ്തോ. ഈശ്വരാ ഭഗവാനെ രക്ഷിക്കണേ. സിഗ്നലേ കിട്ടുന്നില്ല. നീ കൊഞ്ചിയല്ലോ ഞാൻ നെഞ്ചിലായി ചേർക്കും മുത്തമൊന്നെനിക്കു നീ നൽകാമോ? നീ കിഞ്ചി വന്നാൽ ഞാൻ തന്നിടും മുത്തമെല്ലാം തിങ്കളിന്നു വെൺമധു വിമാനത്തായി. പൂവല്ലേ നീ വന്നാലോ ഞാൻ പുണരാ
ചേർക്കും മുത്തമിന്നെനിക്കു നീ നൽകാമോ? നീ കെഞ്ചി വന്നാൽ ഞാൻ തന്നിടും മുത്തമെല്ലാം തിങ്കളിന്നു വെൺമതു വിമാനത്തായി. പൂവല്ലേ നീ വന്നാലോ ഞാൻ പുണരാ നിൻമെയ്യാകെ. പൊന്നീനേ, നീ സ്വന്തം മോളൊന്നേ പാട്ടീണം ഞാൻ വാർമതിയേ. മധു 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 എന്തു പറ്റി പ്രവി? മധു, ആ റൂമില് എന്നെ ആരോ ഫോളോ ചെയ്യുന്ന പോലെ ഒരു തോന്നല്. എന്താണെന്ന് അറിയില്ല, എനിക്കാകെ പേടിയാവുന്നു. റിലാക്സ് പ്രവി, റിലാക്സ്, കൂൾ. ആരും ഇല്ല ഇവിടെ, നീ പേടിക്കണ്ട. ഇങ്ങനെ വാ, നമുക്ക് നോക്കാം. വാ. അതും എനിക്ക് സോറി. എടാ എന്തു പറ്റിയടാ? ഒഴിക്കടാ. എടാ നീ കാര്യം പറ. അതെടുത്ത് ഒഴിക്കാനാ ഓക്കെ ഓക്കെ, കൂൾ കൂൾ. അതൊക്കെ ഞാൻ ഒഴിച്ചു തരാം. അവസാനം ഫിറ്റായി അവിടെ വാൾ വെച്ച് കിടക്കരുത്. ഒന്ന് വേഗം ഒഴിക്ക്. ഓക്കെ. അല്ല എടാ അളിയ, എന്തു പറ്റിയടാ നിനക്ക്? ആ പെണ്ണിന്റെ ടോർച്ചർ എനിക്ക് സഹിക്കാൻ വയ്യടാ. എടാ അവള് മധുവിനെ എന്റെ കൂടെ ഇരിക്കാൻ സമ്മതിക്കുന്നേ ഇല്ലാന്ന്. അവളെ എനിക്കിപ്പോ ശരിക്കും സംശയം ഉണ്ടാവില്ല. എന്ത് സംശയടാ? ഒരു പക്ഷെ അവളെ മറ്റേ കേസായിരിക്കും അളിയാ. ചിരിക്കടാ, നിനക്കറിയാഞ്ഞിട്ടാ. ഇപ്പൊ നടക്കുന്ന ജനറേഷൻ അങ്ങനാടാ, അതോർത്തോ നീ. ഓക്കെ ഓക്കെ, കൂൾ കൂൾ. ഹാവ് എ ചിക്കൻ, ഗുഡ് ഫോർ ഹെൽത്ത്. എടാ നിന്നെ ചുമ്മാ അല്ല ഇവിടെ കൊണ്ടുവന്നേ, അവളെ ഒന്ന് ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടി തന്നെയാ കൊണ്ടുവന്നേ. എന്നിട്ട് നീ കാണിക്കുന്നതോ? എടാ 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 എടാ, ചുമ്മാ നീ അഭിനയിക്കല്ലേ. എന്നെ ഒന്ന് രക്ഷിക്കടാ, നീ ഒരുപാട് ടോർച്ചറായത്. ഓക്കെ അളിയാ, നാളെ തന്നെ ഇതിന് ഞാനൊരു അവസാനം ഉണ്ടാക്കാം. എടാ അളിയാ, ഇക്കാര്യത്തിനെങ്കിലും നീ ഒന്ന് കൂട്ടു നിക്കടാ. എങ്കിൽ നീ ചത്താലും സ്വർഗത്തിലേക്കേ പോവുള്ളൂ അളിയാ. എൻജോയ്. Cheers. Wow, this is a beautiful place. കാണാൻ എന്ത് ഭംഗിയല്ലേ? Yes. അതെ അതെ, ഭംഗി ഉണ്ടായിട്ട് എന്താ കാര്യം? കരിമരുന്നും തീപ്പെട്ടി അടുത്ത് വെച്ചിരിക്കുക. എന്തു പറ്റി? ഒന്നുമില്ലടേ. ഒന്നുമില്ല, ഈ പ്രകൃതി ഭംഗി. മിണ്ടായിരിക്കേ. മനുഷ്യൻ എന്തൊക്കെ കണ്ടുപിടിച്ചാലും ഇവിടെ ഈ പ്രകൃതി ഭംഗിക്ക് മുന്നില് അതൊന്നും ഒന്നും അല്ല അല്ലേ? ഇവിടെ കുറച്ചു നേരം കൂടെ നീ മധു, സഞ്ജയ്, മധു, സഞ്ജയ്. മധു, നിക്ക്, ഞാനും കൂടെ വരട്ടെ. പ്രകൃതി ഭംഗി ആസ്വദിച്ചിട്ട് വാ. Please stop this. It's too much. ഇത് ടൂ മച്ച് ഒന്നുമല്ല മധു, പേടി പോകാൻ വേണ്ടിട്ടുള്ള ഒരു ചെറിയ ടെസ്റ്റ്. അളിയാ മതി, വണ്ടി നിർത്ത്. ഓക്കെ ഓക്കെ, ഞാൻ വണ്ടി നിർത്താം. ഒരു മിനിറ്റ്. കമോൺ കമോൺ, വേഗം വാ. ഫാസ്റ്റ് ഫാസ്റ്റ്. അങ്ങനെ ഓടി വന്ന് കേറ്. അവള് ഓടി ഓടി വാന്ന്.
തമാശ കളിക്കാൻ നമ്മുടെ നാടല്ലടാ. അവളെ നമ്മൾ ഒറ്റയ്ക്കാക്കിട്ടാ വന്നേ. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാ? നീ ദേഷ്യപ്പെടണ്ട, ഒരു തമാശക്ക് കാണിച്ചു തന്നെയാ. എടാ വണ്ടി അങ്ങോട്ട് തിരിച്ച്. എടാ ഇവിടെയല്ലേ അവളെ വിട്ടിട്ട് പോകുന്നത്? അതാടാ ഞാൻ ഓർക്കുന്നത്. എവിടേക്ക് പോയവള്? നിന്നെയൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഞാൻ അന്നേരം പറഞ്ഞ വേണ്ടെന്ന്. ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാനും വിചാരിച്ചില്ല. അവള് മറ്റുള്ള പെൺകുട്ടികളെ പോലെ അല്ല. അവൾ ഒരു പാവമാ. ശരി വാ പോയി നോക്കാം നമുക്ക്. വാ. കാല് പോരുത്. പ്രവാലിക്കേ. പ്രവീ, 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 പ്രവാലിക്കേ. പ്രവീ, പ്രവീ, പ്രവീ. വാ. എവിടെ? ഒരു പുലർക്കാലം കുളിരല തേടും കിളികുലജാലം. സുരകുലകാലം ഒരു പുലർക്കാലം കുളിരല തേടും കിളികുലജാലം. Wow, what a marvelous performance. നീ എവിടെ പോയത്? നിന്നെ എവിടൊക്കെ ഞങ്ങൾ തേടിയെന്നറിയാവോ? പ്രവാലികേ. സോറി പ്രവാലിക്കേ, നിന്റെ പേടി മാറ്റണമെന്നേ ഞാൻ വിചാരിച്ചുള്ളൂ. അല്ലാതെ കരയിക്കാനോ ഞങ്ങൾക്ക് ചിരിക്കാൻ വേണ്ടിയിട്ടോ ഒന്നും മനഃപൂർവ്വം ചെയ്തതല്ല. അങ്ങനെ ഇറ്റ്സ് ഓക്കെ. അപ്പോ എന്നോട് ദേഷ്യമില്ലല്ലോ അല്ലേ? ഇല്ല. അത് മതി. താങ്ക് യു സോ മച്ച്. അങ്ങനെയാണെങ്കിൽ തിരിച്ച് അവിടെ തന്നെ പോയാലോ? അല്ല, തൻ്റെ ചിരിയണം നല്ല രസമുണ്ട്. എല്ലായ്പ്പോഴും തന്നെ ഇതുപോലെ ഈ ചിരി മുഖത്ത് തന്നെ ഉണ്ടാവണം. നല്ല ഭംഗിയായിരിക്കും. ദോ ഈ വെള്ളച്ചാട്ടം പോലെ. കിരൺ പ്ലീസ്. അല്ലെങ്കിൽ സത്യം പറഞ്ഞ പെമ്പിളർക്ക് എപ്പോഴാണ് ഇഷ്ടപ്പെട്ടിട്ടുള്ളത്? എന്താ ഫ്ലർട്ട് ചെയ്യാണോ? കണ്ടുപിടിച്ചല്ലേ. ഹലോ കൂൾ കൂൾ. പ്രവി, ഐ ലവ് യു. ഇതുവരെ അങ്ങനെയൊന്നും എനിക്ക് തോന്നിയിട്ട് പോലുമില്ല. വിൽ യു മാരി മീ? കിരണേ ചുമ്മാ തമാശ പറയല്ലേ. പ്രവി, എനിക്ക് ഇയാളെ ഒരുപാട് ഇഷ്ടമാണ്. എൻ്റെ സ്വന്തം ജീവിതത്തിലേക്ക് ഇയാളെ ഞാൻ ക്ഷണിക്കുന്നേ. അതെ, ഇനി ഞാൻ എങ്ങനെയാ പറഞ്ഞ് മനസ്സിലാക്കണ്ടേ? പ്രവാലിക്കേ, ഞാൻ പറയുന്നൊന്ന് കേട്ടിട്ട് പോ. നിന്റെ കൂടെ ജീവിതകാലം മുഴുവൻ ഞാനുണ്ടാവും. മനസ്സിലാവുന്നില്ല. ഇതിനെയാണോ ശരിക്കും പ്രണയം എന്ന് പറയുന്നത്? കിരൺ, പ്രവാലിക അടിപൊളിയായിട്ടില്ലേ? ശരി, ഓക്കെ, സൂപ്പറായിട്ടുണ്ട്. മറ്റുള്ള ആമ്പിള്ളേരെ പോലെ നിനക്ക് വേണ്ടി എന്തും ചെയ്യുമെന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ ജീവിതാവസാനം വരെ നിന്നെ ഒരിക്കൽ പോലും ഞാൻ കരയിക്കില്ല.
കിരണിനെ കിട്ടിയത് എന്റെ ഭാഗ്യമാണ് എന്ന് തോന്നുന്ന രീതിയിലായിരിക്കും ഞാൻ നിന്നെ സ്നേഹിക്കുന്നത്. ഇതെന്റെ വാക്കാ. നീ അതും ചിന്തിച്ചോണ്ടിരിക്കുക? ജീവിതകാലം മുഴുവൻ നിന്റെ കണ്ണു നനയ്ക്കാതെ നോക്കും. എന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ സമ്മതം മുള്ളാനാ പറഞ്ഞേക്കുന്ന കിരൺ. നേരിട്ട് വന്ന് നിന്നോട് ഇഷ്ടം പറയാതെ നിന്നെ പേടിപ്പിച്ച ആ ഭീരുവിനേക്കാളും നിനക്ക് ധൈര്യം വരാൻ വേണ്ടി ശ്രമിച്ച ആ കിരൺ നിനക്ക് എപ്പോഴും കൂട്ടായിരിക്കും. നീ കിരൺ ഓക്കെ പറയുമ്പോളെ നീ നന്നായി വരും. നന്നായിട്ട് ആലോചിച്ചോ നീ? ആ മധു, കിരൺ എന്തെങ്കിലും പറഞ്ഞിട്ടാണോ പോയത്? ഇല്ലല്ലോ. പിന്നെ അവൻ എവിടേക്കാ പോയെ? കിരൺ, കിരൺ. സാറേ, എല്ലാരും പോവുകയാണല്ലേ? അങ്ങനെയാണ് എന്റെ ഗൗരിമോളെ കൊണ്ടുപോയിക്കോട്ടെ. അകത്തുണ്ടെങ്കിൽ പോയി വിളിച്ചോണ്ട് പോയിക്കോളൂ. കൊണ്ടുപോയിക്കോ. കിരൺ, എടാ കിരൺ, കിരൺ. എവിടെയാ നീ? സാറേ, എന്റെ ഗൗരിമോളെ കാണുന്നില്ല സാറേ. എന്റെ കൂട്ടുകാരനെ കാണുന്നില്ല. വാ, നമുക്ക് പോയി നോക്കാം. വാ. കിരൺ, ഗൗരിമോളെ. ഗൗരിമോളെ, എന്റെ ഗൗരിമോളെ, മോളെ. ഇവിടെ അടുത്തെങ്ങാനും വല്ല പോലീസ് സ്റ്റേഷൻ വല്ലതും ഉണ്ടോ? ഫ്രണ്ടിനെ കാണുന്നില്ല, അദ്ദേഹത്തിൻ്റെ കൊച്ചുമോളെയും കാണുന്നില്ല. എന്തേ, കൂടെ വന്ന രണ്ടുപേര് പോരായിരുന്നോ? സാറേ, അവനൊരു വലിയ ബിസിനസ്മാന്റെ മകനാണ്. അവൻ അങ്ങനൊന്നും ചെയ്യേണ്ട ഒരാവശ്യമില്ല സാറേ. ശരി, കംപ്ലൈന്റ് എഴുത. ഏമാനെ, എന്റെ പേരക്കുട്ടി. പേടിക്കണ്ട, ഒന്നും സംഭവിക്കില്ല. ഞാൻ കണ്ടുപിടിച്ചോളാം. ഈ കേസ് തീരുന്നതുവരെ നിങ്ങളാരും ഈ കാട് വിട്ട് പോകാൻ പാടില്ല കേട്ടോ? ശരി സാർ. ഹലോ, വാട്ട്?
കിരൺ എടാ കിരൺ സാറേ എന്റെ കൂട്ടുകാരൻ എന്താ സാറേ സംഭവിച്ചേ? അയ്യോ എനിക്ക് ചുറ്റിനും ഇതെന്തുകൊണ്ടാ ഇങ്ങനെ നടക്കുന്നേ? കരയില്ല പ്രവി, ഞാൻ പറയുന്ന കേക്ക്. ആരാ സാറേ ഇത്? കിരണിനെ എന്തിനാ കൊന്നത്? ഈ മുറിവ് കണ്ടിട്ട് ഒരു മൃഗം ആക്രമിച്ചതുപോലെ തോന്നുന്നില്ല. ആരോ കൊന്നതാണ്. പ്രവി പ്ലീസ് കൺട്രോൾ പ്രവി പ്ലീസ്. പ്രവി റിലാക്സ്. വാ പ്രവി പ്ലീസ്. പ്രവി നിങ്ങൾ ആരെങ്കിലും സംശയിക്കുന്നുണ്ടോ? ഇല്ല സാർ. ഉണ്ട് സാർ. അവളെ ആരോ ഫോളോ ചെയ്യുമെന്ന് പ്രവി എപ്പോഴും എന്നോട് പറയായിരുന്നു. ഞങ്ങൾ ആദ്യം ഈ ഗസ്റ്റ് ഹൗസിൽ വന്നപ്പോൾ ആരോ ഒരു റോസപ്പൂ അവിടെ കൊണ്ടുവച്ചെന്ന് അവൾ പറഞ്ഞു. അവൾ പറഞ്ഞു ശരിയാ. ഒരുപക്ഷെ ഈ കൊന്നയാളായിരിക്കും വെച്ചത്. വേറെ ആരും ഇങ്ങനെ ഒരു കൊല ചെയ്യാൻ സാധ്യതയില്ല സാർ. അന്നാ റോസാപ്പൂ അവിടെ വെച്ചത് നീയാണെന്നല്ലേ പറഞ്ഞേ? ഞാൻ പറഞ്ഞതാ. സന്തോഷത്തോടെ ഇവിടേക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടി വന്നപ്പോ അതിനൊരു തടസ്സം വരാതിരിക്കാൻ വേണ്ടി ഞാൻ കള്ളം പറഞ്ഞത് തന്നെയാ. എന്റെ പേരക്കുട്ടി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. വൈകാതെ കിട്ടും. സാർ ഇത് വ്യാജനാണോ? അല്ല സാർ, ഒറിജിനലാ. 5.1. ബ്ലൂടൂത്ത് വഴി എൻ്റെ മൊബൈലിലേക്ക് അയച്ചേക്ക്. അന്ന് ഒരു ജീപ്പ് മാത്രമല്ല സാർ, വേറൊരു വാനും കൂടി വന്നിരുന്നു. എന്ത് വാനോ? അതെ സാർ, ആദ്യം ഒരു ജീപ്പ്, അതിനകത്ത് 2 പെമ്പിള്ളേരും 2 ആമ്പിള്ളേരും. അത് കഴിഞ്ഞ് 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു വാനും കൂടി വന്നു. ആ വാനിൽ ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു വണ്ടിയും ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. അപ്പോൾ ഈ കാടിനകത്ത് തന്നെയാണ് അവനുള്ളത്. വേട്ട ആരംഭിക്കാം. പോലീസുകാരന്റെ അടി കിട്ടിയവരൊക്കെ ആശുപത്രിയിലായിട്ടേ ഉള്ളൂ. പക്ഷെ നിന്റെ കാര്യത്തില് അതിശയമായിരിക്കുന്നു. ഇത്ര അടി കിട്ടിയിട്ടും നിന്റെ ധൈര്യം ഞാൻ സമ്മതിച്ചിരിക്കുന്നു. എന്നാ നിന്റെ വായിന്ന് സത്യം പുറത്തു കൊണ്ടുവരാൻ എന്നെ കൊണ്ട് കഴിയൂടാ. പറയില്ല നീ. വരൂ.
നിങ്ങളുടെ കൂട്ടുകാരനെ കൊന്നത്. സമ്മതിക്കുന്നില്ലവൻ. ഇവനെ കൊണ്ട് സമ്മതിപ്പിക്കും ഞാൻ. സിറ്റിയിൽ നിന്ന് ഫോറസ്റ്റ് വരെ നിങ്ങളെ ഫോളോ ചെയ്തു വന്നത് ഇവനാണ്. കണ്ടോളൂ, നിങ്ങളുടെ ഫ്രണ്ടാണ്. എനിമി റിലേഷൻ? നിങ്ങളെ ഇത്രയും ദൂരം ഫോളോ ചെയ്തു വന്നെങ്കിൽ തീർച്ചയായും മറ്റെന്തോ കാര്യമുണ്ട്. പറയിപ്പിച്ചോളാം. ഇവൻ്റെ വാ കൊണ്ട് തന്നെ ഞാൻ പറയിപ്പിക്കും. എക്സ്ക്യൂസ് മീ. എത്ര വലിയ കൊലപാതകിയാണെങ്കിലും ഒരു ചെറിയ തെളിവെങ്കിലും ബാക്കി വയ്ക്കാതിരിക്കില്ല. ഈ കേസ് അവസാനിക്കുന്നതുവരെ നിങ്ങളെല്ലാവരും അറസ്റ്റിലാണ്. ഐ മീൻ ഗസ്റ്റ് ഹൗസിൽ. ഇപ്പൊ പോയിക്കോ. ആ കൊലയാളി കിട്ടി മുത്തശ്ശ. അപ്പോ എന്റെ പേരക്കുട്ടി ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല മുത്തശ്ശ. മോളെ ഗൗരി എവിടെയാ മോളെ നീ പോയത്? മോളെ ഗൗരി, മോളെ ഗൗരി, എന്നെ തനിച്ചാക്കിയിട്ട് പോയോ മോളെ? ഞാനിനി എവിടെ പോയി അന്വേഷിക്കും മോളെ ഗൗരി? ഗൗരി മോളെ, മോളെ ഈ മുത്തച്ഛനെ ഇട്ടച്ച് മോളെ എവിടെയാ പോയത്? മോളെ ഗൗരി എവിടെയാണ് മോളെ? മോളെ ഗൗരി. നീ ആരാണ്? എന്തിനിവിടെ വന്നു? എന്തിനു വേണ്ടിയാണ് ഈ കൊലയൊക്കെ ചെയ്തതെന്ന് മര്യാദക്ക് തുറന്നു പറ. പറയില്ല, നീ പറയില്ല. എനിക്ക് നന്നായിട്ടറിയാം. ഈ സ്റ്റേഷനിൽ കേസുകൾ വളരെ കുറവാണ്. എന്നാലും കോർട്ട് കേസ്, വിചാരണ, ഈ മൂന്നാം മുറയൊക്കെ അതൊന്നും എനിക്കിഷ്ടമല്ല. റിവോൾവർ കയ്യിലെടുത്തു കഴിഞ്ഞ് കൂടാറുന്നതിന് മുമ്പ് ഷൂട്ട് ചെയ്യും ഞാൻ. ഈ കാട്ടിൽ എന്നോട് ചോദിക്കാൻ ഒരുത്തനും വരില്ല. എന്നെ കൊല്ലല്ലേ, സത്യം ഞാൻ പറഞ്ഞോളാം. എൻ്റെ പേര് ആനന്ദ്. പ്രവാളികയുടെ തൊട്ടടുത്തുള്ള അപ്പാർട്ട്മെൻറ്റിലാണ് ഞാൻ താമസിക്കുന്നത്. പുതിയതായിട്ട് വന്നതാണ്. പഠിപ്പിൻ്റെ ആവശ്യങ്ങൾക്കായി ചെറുപ്പം മുതലേ തനിച്ച് ജീവിച്ച ശീലമായി. എൻ്റെ ജീവിതത്തിലെ ഓരോരോ നിമിഷങ്ങളും ഞാൻ സന്തോഷത്തിനായി തേടി അലഞ്ഞു. യാദൃശ്ചികമായി ഒരു ദിവസം എൻ്റെ അമ്മയുടെ ഫോട്ടോ ഞാൻ ചുമരിൽ തൂക്കുന്ന നേരത്ത് ആദ്യമായിട്ട് പ്രവാളികയെ ഞാൻ കണ്ടു. അന്നെൻ്റെ മനസ്സിൽ ഒരു കുളിർക്കാറ്റ് വീശി. ആ നാൾ മുതൽ അവൾ മാത്രമായി എൻ്റെ എല്ലാം. എൻ്റെ ശ്വാസം പോലും അവളായി മാറി. ഒരു നിമിഷം, എന്തിനേറെ ഒരു സെക്കൻഡ് പോലും അവളെ എനിക്ക് പിരിഞ്ഞിരിക്കാൻ വയ്യാതായി. പ്രവാലികയെ എനിക്ക് വളരെയേറെ ഇഷ്ടമാണ് സാറേ. അവൾക്ക് വേണ്ടിയാ സാറേ ഞാൻ ജീവിക്കുന്നത്. ക്രൈം സ്റ്റോറി പറയാൻ പറഞ്ഞ നിന്റെ ലവ് സ്റ്റോറി പറയുന്നോടാ. അവന്റെ ഒരു പ്രേമം.
എന്തെങ്കിലും ഒരു കഥയുണ്ടാക്കി രക്ഷപ്പെടാമെന്ന് കരുതിയോടാ. സർ, ഗസ്റ്റ് ഹൗസിന്റെ അടുത്തായിട്ട് ഒരാൾ മരിച്ചു കിടക്കുന്നു സർ. വേഗം പോടോ. എന്താ സംഭവിച്ചത്? അറിയില്ല സാർ. ഞങ്ങൾ 3 പേരും സ്റ്റേഷനിൽ നിന്ന് വന്ന ഉടനെ എല്ലാവരും അവരവരുടെ റൂമിലേക്ക് പോയി സാറേ. രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോ സഞ്ജയ്. Come on, search. ഒരു സ്ഥലം പോലും ബാക്കി വയ്ക്കാതെ സെർച്ച് ചെയ്യണം. എല്ലായിടത്തും അന്വേഷിച്ചു സാർ. ഒരു എവിഡൻസും കിട്ടിയില്ല സാർ. ഒരു തെളിവും കിട്ടിയില്ലെന്നോ? എന്റെ ഈ സർവീസിൽ എത്ര ക്രിമിനൽസിനെ ഞാൻ കണ്ടിരിക്കുന്നു. എന്തിനേറെ നിന്നെ പോലെയുള്ള കൊലയാളികളെയും ഞാൻ കണ്ടിട്ടുണ്ട്. നീ ആ പെണ്ണുങ്ങളുടെ കൂടെയുള്ള 2 ചെറുപ്പക്കാരെയും കൊന്നിട്ട് അവരോട് കൂടുതൽ അടുക്കാൻ നോക്കുകയാണോ? നീ ഇവിടെ ഉള്ളപ്പോൾ തന്നെ ആ കൊല നടന്നെങ്കിൽ നിന്റെ പദ്ധതി എന്താണ്? പറ. ഇതിനകത്തുള്ള ബുള്ളറ്റ് മുഴുവൻ നിന്റെ തലക്കകത്ത് കയറ്റി ഞാൻ. മനസ്സിലായോ? പറയുന്നതൊക്കെ സത്യ സാർ. ഞാനും ഈ കൊലയും തമ്മിൽ ഒരു ബന്ധവുമില്ല സാറേ. നീ അല്ലെങ്കിൽ പിന്നെ ആരാ ചെയ്തേ? നീ സത്യം പറയാത്തത് കൊണ്ട് ഇനിയും ഒരു കൊല നടക്കാൻ സാധ്യതയുണ്ട്. അത് നടക്കാതിരിക്കണമെങ്കിൽ നീ സത്യം പറയണം. ഈ കൊലപാതകമൊക്കെ ചെയ്തത് പ്രവാളികയാണ് സാർ. സഞ്ജയ്ക്ക് എന്നെ വളരെ ഇഷ്ടമായിരുന്നു. ഞാനും സഞ്ജയും കൂടി 2 മാസത്തിനുള്ളിൽ കല്യാണം കഴിക്കാൻ വേണ്ടി ഇരിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അവനും എന്നെ വിട്ടുപോയി. ഇനി എന്തൊക്കെയാണോ നടക്കാൻ പോകുന്നത്? സർ, ഇനി ഒരു നിമിഷം പോലും ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല. പ്ലീസ്, ഇനി ഞങ്ങൾക്ക് എന്തെങ്കിലും പറ്റുന്നതിന് മുന്നേ ഞങ്ങൾക്ക് ഇവിടുന്ന് പോകണം സർ. ദൈവത്തെ ഓർത്ത് ഞങ്ങളെ വിട്ടേക്ക് സർ. പ്ലീസ് സർ. റിലാക്സ്. ഈ സമയത്ത് നിങ്ങൾ ധൈര്യം കൈവിടരുത്. വേണ്ട, ഇനി സാർ ഒന്നും പറയണ്ട. സാർ ഇനി എന്ത് പറഞ്ഞാലും സഞ്ജയ് ഇനി തിരിച്ചു വരാൻ പോകുന്നില്ല. ഓക്കെ, നിങ്ങൾ പൊയ്ക്കോളൂ. കാര്യമായിട്ടാ പറഞ്ഞത്, പൊയ്ക്കോളൂ. പ്രബലികയെ നിങ്ങൾക്ക് എത്ര കാലമായിട്ട് അറിയാം? കോളേജ് മുതൽ അറിയാം സർ. അവക്ക് വേറെ ആരുമില്ല. അവക്ക് ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയാൻ ഞാൻ മാത്രമേ ഉള്ളൂ സർ. അവൾ ഒരുപാട് സെൻസിറ്റീവാണ്. ഒരു ചെറിയ കാര്യത്തിന് പോലും വല്ലാതെ പേടിക്കും അവള്. അവളുടെയും കൂടെ മൈൻഡ് ഡൈവേർട്ട് ചെയ്യാനാണ് ഞങ്ങൾ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടു വന്നത്. പക്ഷേ എന്തൊക്കെയോ സംഭവിച്ചു പോയി. ഓക്കെ, പറയാൻ മറന്നുപോയി. കൊലയാളിയെ കിട്ടി. നിങ്ങൾ ഈ ഗസ്റ്റ് ഹൗസിൽ നിന്ന് പോകുന്നതിന് മുമ്പ് സ്റ്റേഷനിൽ വന്ന് എന്നെ കണ്ടിട്ട് പോകണം. ഓക്കെ, എന്നാ ഞാൻ പോട്ടെ. വെൽക്കം. സർ, ക്രിമിനൽ ഇന്നസെന്റ്, ക്യൂട്ട് ക്രിമിനൽ. സാർ ഇതെന്താ ഈ പറയുന്നേ? ചുമ്മാ പിച്ചുമ്പയും പറയുവാണോ? ഞാൻ പറഞ്ഞത് സത്യം. നീ തന്നെയാണ് കൊലയാളി. പ്രവിയോ? അവൾ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത് സർ? നിക്കുകൂട്ടി, അത് അവളായിട്ട് തന്നെ പറയട്ടെ. സർ, ഇറ്റ്സ് ടു മച്ച്. ഞാൻ എന്തിനു കൊല്ലണം? രക്തം കാണുന്നത് തന്നെ അവൾക്ക് പേടിയാ സർ. അവൾ എങ്ങനെയാ സർ? സർ, ഞാൻ പേടിക്കൊന്ന് കരുതിട്ട് എന്റെ മേലെ കുറ്റം ചാർത്തുവാണോ? ഞാൻ ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞ ചെയ്തിട്ടില്ല. നീയാണ് ചെയ്തത്. നീ തന്നെയാണ് ചെയ്തത്. നീയാണ് ചെയ്തതെന്നുള്ളതിന് സാക്ഷി സാധിക്കുന്നു.
പറയേ. അന്ന് രാത്രി ഞാൻ ഗസ്റ്റ് ഹൗസിലേക്ക് വരുന്ന സമയത്ത് വർണ്ണങ്ങളിൽ വസന്തം നീരാടുന്നു, പുഷ്പങ്ങളിൽ സുഗന്ധം ചേക്കേറുന്നു, കാറ്റായി വരും നുറുങ്ങുഗാനങ്ങളും കേൾക്കാൻ വരും വിളർന്നൊരുന്മാദവും. വർണ്ണങ്ങളിൽ വസന്തം നീരാടുന്നു, പുഷ്പങ്ങളിൽ സുഗന്ധം ചേക്കേറുന്നു. അതെ, ഞാൻ ഡാൻസ് ചെയ്യുന്നത് എന്നെ തന്നെ മറന്ന് ഞാൻ ഉറങ്ങാൻ വേണ്ടിയിട്ടാ. ഉറങ്ങുകയാണെന്ന് വിചാരിക്കുകയാണ്. അതിനുശേഷമാണ് നിങ്ങളുടെ ഉള്ളിലെ വേറൊരു മുഖത്തെപ്പറ്റി മനസ്സിലായത്. അയ്യോ, ഇല്ല 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 സർ, ഇത് നുണയാ. കിരണിനെ ഞാൻ കൊന്നിട്ടില്ല. മധു സഞ്ജയ് ഞാൻ കൊന്നിട്ടില്ല. ഞാൻ ആരെയും കൊന്നിട്ടില്ല. ഞാൻ ആരെയും കൊന്നിട്ടില്ല. ഞാൻ ആരെയും കൊന്നിട്ടില്ല. കഴിഞ്ഞ ചില നാളുകളായി നഗരത്തിൽ പ്രധാനപ്പെട്ട സ്ഥലത്ത് നടന്ന മർമ്മമായ രീതിയിലുള്ള തുടർ കൊലപാതകങ്ങൾക്ക് പോലീസുകാർ കോടതിയിൽ സാക്ഷ്യങ്ങൾ സമർപ്പിച്ചു. മാത്രമല്ല, ഈ കേസിൽ പങ്കുള്ളവർ തീവ്രവാദിയോ അല്ല കൊട്ടേഷൻ സംഘത്തിൽപ്പെട്ടവരോ അല്ലെന്നുള്ളതും അവർ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി ജോലി നോക്കുന്ന ഒരു ചെറുപ്പക്കാരിയാണെന്നുള്ളതും നമ്മുടെ നാടിനെ നടുക്കിയിരിക്കുകയാണ്. പക്ഷേ ഈ കൊലപാതകം അവർ ചെയ്തിട്ടില്ലെന്ന് വാദിക്കുന്നതും മറ്റൊരു ദിശയിൽ തിരിയുന്നു. പ്രവാലിക, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? യെസ് ഡോക്ടർ. നിന്റെ അടുത്തുനിന്ന് എനിക്ക് ചില കാര്യങ്ങൾ അറിയണം. ഓക്കെ ഡോക്ടർ. ഒത്തിരി പേരെ കൊന്നു എന്നുള്ളതാണ് തന്റെ പേരിലുള്ള കുറ്റം. താൻ ആ കുറ്റം സമ്മതിക്കുന്നുണ്ടോ? നോ ഡോക്ടർ, ഞാൻ ആരെയും കൊന്നിട്ടില്ല. നടന്ന കൊലപാതകങ്ങൾ ഞാനും തമ്മിൽ ഒരു ബന്ധവുമില്ല. റിലാക്സ്. തന്റെ പേരിൽ ആരോപിക്കപ്പെട്ട കുറ്റം സമ്മതിപ്പിക്കാൻ വേണ്ടിയല്ല ഞാനിതൊക്കെ ചോദിക്കുന്നത്. ഇതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാനിതൊക്കെ ചോദിക്കുന്നത്. ട്രസ്റ്റ് മീ. കൊല ചെയ്തു എന്ന് പറയപ്പെടുന്ന ആ സമയത്ത് തന്റെ മാനസികാവസ്ഥ എങ്ങനെയായിരുന്നു എന്ന് പറയാൻ പറ്റുമോ? അത് ഞാൻ ഉറങ്ങുമായിരുന്നു ഡോക്ടർ. കോൺഷ്യസ്, അൺകോൺഷ്യസ്, സബ് കോൺഷ്യസ്. ഇതിൽ സബ് കോൺഷ്യസ് ഉറങ്ങുന്നൊരവസ്ഥയാണ്. പോലീസുകാര് കൊല ചെയ്യുമ്പോഴുണ്ടായിരുന്നു എന്ന് പറയുന്ന ഒരു മാനസികാവസ്ഥ. ശരീരവും മനസ്സും വേർപിരിഞ്ഞ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മാനസികാവസ്ഥ. പ്രവാലിക, നീ ഒന്ന് മനസ്സ് വെച്ചാൽ നിന്നെ നിന്റെ പഴയ അവസ്ഥയിൽ ഞാൻ എത്തിക്കാം. ഓക്കെ ഡോക്ടർ. ഗുഡ്. അങ്ങോട്ട് നോക്കിയേ.
വേറൊന്നിലും ശ്രദ്ധിക്കാൻ പാടില്ല. ആ ചുറ്റുന്നതിൻ്റെ മധ്യഭാഗത്ത് മാത്രം നോക്കിയാൽ മതി. ഇപ്പോൾ നീ ഉറങ്ങാൻ പോവുകയാണ്. കണ്ണുകൾക്ക് ഭാരം കൂടുന്നു. ഞാൻ പറയുന്നത് മാത്രമേ നീ കേൾക്കൂ. ഞാൻ പറയുന്നത് മാത്രമേ നീ കേൾക്കുന്നുള്ളൂ. യു ക്യാൻ ഹിയർ മൈ വോയിസ് ഓൺലി. പ്രവാലിക, യു ആർ കംപ്ലീറ്റ്ലി സേഫ്. പ്രവാലിക, കൊല ചെയ്തു എന്നുള്ള കുറ്റം നീ സമ്മതിക്കുന്നുണ്ടോ? നോ നോ ഡോക്ടർ, നോ, ഞാൻ ചെയ്തിട്ടില്ല. നോ നോ നോ. വാട്ട് ഹാപ്പൻ ഡോക്ടർ? അവൾ കൊലപാതകം ചെയ്തിട്ടില്ലെന്നാണ് പറയുന്നത്. നോ ഡോക്ടർ, അവളാണ് ഈ കൊല ചെയ്തതെന്നുള്ളതിന് എല്ലാ തെളിവുമുണ്ട്. ഇത്രയ്ക്ക് സെൻസിറ്റീവായിട്ടുള്ളൊരു പെൺകുട്ടി ഈ കൊലകളൊക്കെ ചെയ്തു എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ പ്രയാസമുണ്ട്. ആരാണെങ്കിലും ആ അവസ്ഥയിൽ സത്യം മാത്രമേ പറയൂ. ചില സമയത്ത് ഇതുപോലെയുള്ള റെയർ കേസുകളിൽ കുറച്ചുകൂടി ഡീപ്പായി ഹിപ്നോട്ടൈസ് ചെയ്ത് സത്യം പറയിപ്പിക്കണം. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഹൈ വോൾട്ടേജ്. ആരാണെങ്കിലും സത്യം പറയും. അതിന് നിങ്ങളുടെ പെർമിഷൻ വേണം. ഷുവർ ഡോക്ടർ. വരട്ടെ ഡോക്ടർ. ഇപ്പോൾ നിന്റെ കണ്ണുകൾക്ക് ഭാരം കൂടി. നീ ഉറങ്ങാൻ പോവുകയാണ്. ഞാൻ പറയുന്നത് മാത്രമേ നീ കേൾക്കുന്നുള്ളൂ. പ്രവാലിക, എന്ത് ശബ്ദമാണ് കേൾക്കുന്നത്? ഒന്നും കേൾക്കുന്നില്ല ഡോക്ടർ. എന്തെങ്കിലും ശബ്ദം കേൾക്കുന്നുണ്ടോ? സാറ് പറയുന്ന മാത്രമേ കേൾക്കുന്നുള്ളൂ. ഗുഡ്. പ്രവാലിക, പോലീസ് എന്തിനാണ് തന്നെ അറസ്റ്റ് ചെയ്തത്? ഞാൻ കൊലപാതകങ്ങൾ ചെയ്തത് കൊണ്ട് തന്നെയാണ്. ഞാൻ ഈ കഥ വിശ്വസിക്കില്ല. താൻ കൊല ചെയ്യേ, അതും ഈ കൈകൾ കൊണ്ട്. ഐ ഡോണ്ട് ബിലീവ്. എനിക്ക് തോന്നുന്നത് പോലീസ് നിന്നെ തെറ്റിദ്ധരിച്ച് നിന്റെ മേൽ കുറ്റം ആരോപിച്ചിരിക്കുകയാണ്. ആം ഐ റൈറ്റ്? ഇല്ല ഡോക്ടർ, ഞാൻ തന്നെയാ ചെയ്തത്. വാട്ട്? താൻ കൊല ചെയ്തെന്നോ? അതെ, ഞാൻ തന്നെയാ കൊന്നത്. കൊല ചെയ്യാനുണ്ടായ കാരണം? എന്റെ ചുറ്റിലുമുള്ള സാഹചര്യം. അങ്ങനെ എന്ത് സാഹചര്യമാണ്? ശരി പ്രവാലിക, ഇപ്പൊ ഞാൻ നിന്റെ കുട്ടിക്കാലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോവാണ്. വി വിൽ ട്രാവൽ ബാക്ക് 20 years. ഇപ്പൊ നിന്റെ വയസ്സ് 6. അച്ഛൻ, അമ്മ, ഞാൻ, ഞങ്ങളുടേതൊരു ചെറിയ കുടുംബമാണ്. അച്ഛൻ ഞങ്ങളെ വളരെ നന്നായിട്ട് തന്നെയാണ് നോക്കിയിരുന്നത്. അച്ഛൻ്റെ സ്നേഹം വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ കഴിയില്ല. എന്നാൽ പെട്ടെന്നൊരു ദിവസം അച്ഛൻ നെഞ്ചുവേദന വന്നു മരിച്ചു. ഞാനും എൻ്റെ അമ്മയും എന്ത് ചെയ്യണമെന്നറിയാതെ കരഞ്ഞുകൊണ്ടിരുന്നു. എന്നും ചിരിച്ച മുഖത്തോടെ ഞാൻ കണ്ട എൻ്റെ അച്ഛന് അടുത്ത ദിവസം ഫോട്ടോയിലാണ് ഞാൻ കണ്ടത്. കാശുള്ളവർ ആവശ്യത്തിലധികം സമ്പാദിക്കുന്നത് എന്തുകൊണ്ടാണ് എനിക്കും എൻ്റെ അമ്മയ്ക്കും അന്നാ മനസ്സിലായത്. അവസാനം ഒരു നേരത്തെ ആഹാരത്തിന് പോലും വഴിയില്ലാതായി. എന്ത് ചെയ്യണമെന്നറിയില്ല. എങ്ങനെ ജീവിക്കും, എവിടെ പോകുമെന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാണ് ജഗദീഷ് അങ്കിൾ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നത്. അങ്കിൾ അച്ഛൻ്റെ ഫ്രണ്ടാണ്. എൻ്റെ അച്ഛൻ പോയതിനു ശേഷം ഞങ്ങളുടെ ഒരേ ഒരു ആശ്വാസം അങ്കിളാ. എൻ്റെ അമ്മയ്ക്ക് ജോലി വാങ്ങിക്കൊടുക്കാൻ ഒരുപാട് ഓഫീസുകളിൽ കയറിയിറങ്ങി. പക്ഷേ അവരങ്കിളിനോട് എന്താ ചോദിച്ചതെന്നോ തിരിച്ചങ്കിള് മറുപടി എന്താ പറഞ്ഞതെന്നോ അത് മനസ്സിലാക്കാനുള്ള പ്രായമായിരുന്നില്ല എനിക്ക്. പക്ഷേ എനിക്കൊരേ ഒരു കാര്യം മാത്രം മനസ്സിലായി.
അച്ഛനെ പോലെ അമ്മയും കഷ്ടപ്പെട്ട് സമ്പാദിക്കാൻ തുടങ്ങിയിരുന്നു എന്ന്. എനിക്ക് ഡാൻസ് ഇഷ്ടമായതുകൊണ്ട് അമ്മ എന്നെ ഡാൻസ് ക്ലാസ്സിലേക്ക് കൊണ്ടു ചേർത്തു. എൻ്റെ 6-ാമത്തെ വയസ്സിൽ കാലിൽ ചിലങ്ക കെട്ടി ഡാൻസ് പഠിച്ച് എൻ്റെ ഒരു 6 വർഷം കടന്നുപോയി. ദിവസവും ഡാൻസ് പഠിപ്പിച്ചു തന്നുകൊണ്ടിരുന്ന ഡാൻസ് മാസ്റ്റർ അയാളുടെ കൈകളാലെ ഡാൻസ് പഠിപ്പിക്കാൻ തുടങ്ങി. ആ സമയത്ത് എനിക്ക് വെറുപ്പ് തോന്നി, ദേഷ്യം വന്ന് എനിക്ക്. പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. മാസ്റ്ററുടെ കയ്യിൽ നിന്നും ഞാൻ എങ്ങനെയോ രക്ഷപ്പെട്ടോടി. എൻ്റെ ദേഷ്യം നിയന്ത്രിക്കാൻ വേണ്ടി ഞാൻ കാലിൽ ചിലങ്ക കെട്ടി താനെ ഡാൻസ് ചെയ്ത് ഞാൻ തന്നെ എന്നെ സമാധാനിപ്പിച്ചു. അന്ന് തൊട്ട് ഞാൻ കണ്ട സമൂഹം മാറാൻ ആരംഭിച്ചു. ഇന്നലെ വരെ നല്ല രീതിയിൽ നോക്കിയിരുന്ന കണ്ണുകൾ ഇന്നെന്നെ ആഗ്രഹത്തോടെ നോക്കുന്നത് ഞാൻ കണ്ടു. പഠിത്തം കഴിഞ്ഞ് എൻ്റെ സ്വന്തം കാലിൽ നിൽക്കാനുള്ള സമയമായി. സോഫ്റ്റ്വെയർ കമ്പനിയിൽ എനിക്ക് നല്ലൊരു ജോലി കിട്ടി. ആ സന്തോഷം ആഘോഷിക്കാൻ ഞാൻ വീട്ടിലേക്ക് പോകുന്ന വഴിക്കാണ് ഞാൻ ജഗദീഷ് അങ്കിളിനെ കണ്ടുമുട്ടിയത്. ഹായ് അങ്കിൾ. ഹായ് പ്രഭാലിക്കേ. സുഖമാണോ അങ്കിളിന്? നീയോ? ഐ എം ഫൈൻ അങ്കിൾ. അങ്കിളെ എനിക്ക് ജോലി കിട്ടി. ആണോ? അഭിനന്ദനങ്ങൾ. ആദ്യത്തെക്കാളും ഭംഗി കൂടിയിട്ടുണ്ടോ നിനക്ക്? ജോലി തിരക്ക് കാരണം എനിക്ക് നിന്നെ ശ്രദ്ധിക്കാൻ പറ്റിയില്ല. എന്താടി എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പണം കെടുത്താൻ നോക്കുവാണോ നീ? ഞാൻ ആരാണ്? ഞാനും നിന്റെ അമ്മയും തമ്മിൽ എന്താണ് ബന്ധമെന്ന് അറിയാവോ നിനക്ക്? ആ സമയത്ത് ഇയാളെക്കാളും എൻ്റെ അമ്മയോടാണ് എനിക്ക് ദേഷ്യം കൂടുതൽ തോന്നിയത്. പവി, എടി എന്തു പറ്റിയടി നിനക്ക്? ആ ജഗദീഷ് അങ്കിളും നമ്മളും തമ്മിൽ എന്താ ബന്ധമുള്ളേ? അമ്മേ, 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 മോളെ പ്രവാലികെ, നിന്നോട് ഞാൻ ദേഷ്യപ്പെട്ടാലും എല്ലാ ഭാരങ്ങളും നിന്റെ തലയിൽ ചുമത്തിയാലും ഞാൻ നിന്നെ വിട്ടു പോകില്ല. എന്റെ പൊന്നു മോളെ ഞാൻ എങ്ങനെ കാണണമെന്ന് ആഗ്രഹിച്ചുവോ അതുപോലെ ഞാൻ കാണുന്നുണ്ട്, സന്തോഷവുമുണ്ട്. അത് മതി എനിക്ക്. നിന്റെ അച്ഛൻ്റെ മരണത്തിന് ശേഷം നിന്നെ വളർത്തി വലുതാക്കുക, അത് മാത്രമായിരുന്നു എൻ്റെ ലക്ഷ്യം മോളെ. അതില് തെറ്റും ശരിയും ഒന്നും ഞാൻ നോക്കാൻ നിന്നില്ല മോളെ. ഇന്നത്തെ കാലത്ത് തെറ്റേതാ ശരി ഏതാണെന്ന് നോക്കിയും കണ്ടും നിൽക്കണം മോളെ. അതിനുള്ള എല്ലാ കഴിവും എൻ്റെ മോൾക്കുണ്ട്. എൻ്റെ മോൾക്ക് ആരും കൂട്ടില്ലാതെ തനിച്ചാക്കിയിട്ട് ഇങ്ങനെ പോകേണ്ടി വന്നതിലും വിഷമമുണ്ട് മോളെ. ഒരു പെണ്ണ് ഈ ലോകത്തിൽ ഒറ്റയ്ക്ക് ജീവിക്കണമെന്നുള്ളത് വളരെ സങ്കടകരമായ ഒരു കാര്യമാണെന്ന് എൻ്റെ മോൾക്കറിയാം. ജഗദീഷ് മാത്രമല്ല, ഇതുപോലുള്ള ഒരുപാട് പേര് നിന്റെ ചുറ്റുമുണ്ടായിരിക്കുമെന്നുള്ളത് ഓർമ്മയുണ്ടാവണം. നമുക്ക് വിഷമം വരുമ്പോൾ ഒരിക്കലും വേദനിച്ച് നിൽക്കാൻ പാടില്ല. അതിനെ നമ്മൾ മറികടക്കുകയാണ് വേണ്ടത്. അതുപോലൊരു മിടുക്കിയാവണം എൻ്റെ മോള്. എൻ്റെ പൊന്നു മോൾക്ക് എന്തും തന്നെ ചെയ്യാൻ സാധിക്കും. സസ്നേഹം, എൻ്റെ പൊന്നു മോളുടെ അമ്മ.
പ്രവാലിക, ഒന്നുമില്ല. റിലാക്സ്, റിലാക്സ്. പരിഭ്രമിക്കണ്ട. റിലാക്സ്, റിലാക്സ്. ഇനി കുട്ടിക്കാലത്ത് നിന്നും പതുക്കെ തിരിച്ചു വരൂ. പ്ലീസ് കൺട്രോൾ യുവർ സെൽഫ്. റിലാക്സ്. പരിഭ്രമിക്കണ്ട. ഇനി പതുക്കെ കണ്ണു തുറക്കൂ. റിലാക്സ്. സ്ലോലി ഓപ്പൺ യുവർ ഐസ്. സ്ലോലി ഓപ്പൺ. ഓപ്പൺ. സാറേ, കാപ്പി. Have some hot coffee. Come on, get up. തൻ്റെ അമ്മ മരിച്ചുപോയി. പിന്നീട് എന്താ ഉണ്ടായത്? ഞാൻ തനിയെ ജീവിക്കാൻ തുടങ്ങി. എൻ്റെ ഉള്ളിലെ ദേഷ്യം, വെറുപ്പ്, ദുഃഖം എല്ലാം എൻ്റെ ഫ്രണ്ട്സായി മാറി. എന്നെ ആഗ്രഹത്തോടെ നോക്കുന്ന ആണുങ്ങളോട് എനിക്ക് പകയായി. എൻ്റെ അമ്മയുടെ ജീവിതം നശിപ്പിച്ച ജഗദീഷ് അങ്കിളായിരുന്നു എൻ്റെ ആദ്യത്തെ ശത്രു. അവനെ ആദ്യം കൊല്ലണം, കൊല്ലണം. കൊന്നു ഞാൻ. ജഗദീഷ് അങ്കിളിനെ കൊന്നു. കൊന്നുകളഞ്ഞു ഞാൻ. അതുപോലത്തെ നായ്ക്കൾക്ക് ജീവിക്കാൻ അർഹതയില്ലാത്തത് കൊണ്ട് കൊന്നുകളഞ്ഞു ഞാൻ. അമ്മയും പെങ്ങളെയും തിരിച്ചറിയാൻ കഴിയാത്ത പേയ് പിടിച്ചൊരു നായായിരുന്നവൻ. അതാ ചത്തുപോയത്. അതിനുശേഷം തനിച്ചായ എനിക്ക് മധു ഒരു നല്ല ഫ്രണ്ടായി മാറി. എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാൻ മാത്രം. ചുരുങ്ങിയ കാലം കൊണ്ട് ഞങ്ങൾ നല്ല ഫ്രണ്ട്സായി. ഒരു ദിവസം ഓഫീസിൽ. എന്താ പ്രവാലിക ഇത്? എന്തു പറ്റി സർ? ഓർഡർ റൂമിൽ ക്ലിയർ ആയിട്ട് പ്രസന്റേഷൻ കൊടുത്തിട്ടുണ്ട്. ശരിക്കും ഫോളോ ചെയ്തില്ലേ? വാട്ട് ഈസ് ദിസ്? സോറി സർ. ഇത് ബോസിന്റെ അടുത്ത് കൊടുത്ത എന്താ അവസ്ഥയാണെന്ന് അറിയോ നിനക്ക്? റിയലി സോറി സർ, ബട്ട് ഇറ്റ് ഈസ് എ സ്മോൾ മിസ്റ്റേക്ക് സർ. ഓഹോ, സ്മോൾ മിസ്റ്റേക്ക് അല്ലേ? മിസ്റ്റേക്ക് സ്മോൾ ആണോ ബിഗ് ആണോ എന്ന് നീയാണോ ഡിസൈഡ് ചെയ്യുന്നത്? ജിഎലിന്റെ തലയ്ക്ക് സുഖമില്ലെന്ന് വിചാരിച്ചോ? കം ടു മൈ ക്യാബിൻ. Sit. It's okay, sir. Sit down. പ്രവാലിക, ചെറിയ കുട്ടികളെ തെറ്റ് ചെയ്താ അടി കൊടുത്ത് നമുക്ക് ജോലി വാങ്ങാം. നീ അത്രയ്ക്ക് ചെറിയ കുട്ടിയല്ല. സോറി സർ. നീ മിസ്റ്റേക്ക് ചെയ്തിരിക്കുക. ചെയ്യുന്ന തെറ്റിന് നിനക്ക് ശിക്ഷ വേണ്ടേ? പനിഷ്മെന്റ് ആണോ സർ? പ്രവാലിക, കൂൾ. ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. പണിഷ്മെന്റ് ഒക്കെ തരാൻ ഞാനാരാ സ്കൂൾ മാഷാണോ? ഇത് ബോസിന്റെ അടുത്ത് പോകാതെ ഞാൻ നോക്കിക്കോളാം പ്രവാലിക. ഇറ്റ്സ് മൈ പ്രോമിസ്. താങ്ക് യു സർ. ഓൺലി താങ്ക് യു. സത്യത്തിൽ നിന്നെ കാണുമ്പോ എനിക്കെന്തോ വട്ടു പിടിക്കുന്ന പോലെ. യു ആർ കോർച്ചിയസ്, സിമ്പിൾ, ക്യൂട്ട് ആൻഡ് ഹോട്ട്. ഒരു രാത്രി എന്റെ കൂടെ. ഹേയ് കൂൾ. ഇപ്പൊ നിന്റെ ജോലി എന്റെ കയ്യിലാ ഉള്ളത്. നിന്റെ ജോലി പോയിട്ട് കമ്പനി വിട്ട് വെളിയിൽ പോകുന്നോ അതോ ഒരു ദിവസം എൻ്റെ കൂടെ അഡ്ജസ്റ്റ് ചെയ്യുന്നോ? നീ തന്നെ തീരുമാനിച്ചാൽ മതി. അതെ, എന്ത് ഗിഫ്റ്റാ വേണ്ടത്? വീക്കെൻഡിന് ഇനിയും 2 ദിവസം ഉണ്ട്. നീ ഓക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്യാബിനെ വെച്ച് തന്നെ വീക്കെൻഡിന് ഇത്രയും സേഫ് ആയിട്ടുള്ളൊരു പ്ലേസ് വേറെ എവിടെയും ഉണ്ടാവില്ല. ആലോചിച്ച് പറഞ്ഞാൽ മതി.
ഓ യെസ്. വെൽക്കം. പ്ലീസ് സിറ്റ് ഡൗൺ. ഞാൻ പറഞ്ഞ പ്ലാൻ പോലെ നീ വരുമെന്ന് എനിക്കറിയാമായിരുന്നു. പക്ഷേ നിന്റെ ക്യാരക്ടർ വെച്ച് നോക്കുമ്പോൾ നീ ഇവിടേക്ക് വരുമോ ഇല്ലയോ എന്ന് ഒരു ചെറിയ സംശയം എനിക്ക് ഇല്ലാഴികില്ലായിരുന്നു. സംഗതി കൊള്ളാം, നീ എന്തായാലും വന്നു. താങ്ക്സ്. യു ആർ ലുക്കിംഗ് സോ ബ്യൂട്ടിഫുൾ. നിന്നെ ഇങ്ങനെ കാണുമ്പോൾ വൺ ടൈം എന്ന് ഞാൻ പറഞ്ഞത് വളരെ മോശമായിപ്പോയി. സത്യം ഞാൻ പറയട്ടെ, ഏത് നേരം നീ എൻ്റെ കൂടെ വേണമെന്ന് തോന്നുക. ഇന്ന് നിനക്ക് സ്പെഷ്യൽ ഡേയാ. ബൈ ദ വേ, ആർ യു വെർജിൻ? മേലുദ്യോഗസ്ഥൻ എന്ന അഹങ്കാരത്തിൽ സെക്ഷൽ ഹരാസ്മെന്റ് ചെയ്ത ആ മൃഗത്തിനെ ഞാൻ കൊന്നു. തൻ്റെ അപ്പാർട്ട്മെന്റിലെ വാച്ച്മാൻ എങ്ങനെയാ മരിച്ചത്? എല്ലാരും പറയണത് അയാൾ നല്ല ആളാണെന്നാണ്. അവനൊരു ആട്ടും തോലണിഞ്ഞ ചെന്നായ. പറഞ്ഞോളൂ. എന്റെ ധാവണി നിങ്ങളുടെ ബാൽക്കണിയിൽ വീണു. അകത്തേക്ക് വരൂ. മാഡം. ആരാ? കുട്ടി അത് പോയി എടുത്തോളൂ, ഞാൻ ഇപ്പൊ വരാം. മാഡം. എന്താ കുഞ്ഞപ്പ, എന്താ വേണ്ടേ? ഒന്നുമില്ല മാഡം, മേഡത്തിന്റെ അടുക്കലേ ഒരു കൂട്ടം കാണിക്കാൻ വേണ്ടി വന്നാ. ഇതൊന്ന് കണ്ടു നോക്ക് മാഡം. എന്താ ഇത്? ആദ്യം അതൊന്ന് കണ്ടു നോക്കുന്നേ. എന്താ ചെയ്യേണ്ടെന്നറിയില്ല ജോൺ. ചെറിയ കാര്യങ്ങൾക്ക് പോലും ഭയങ്കര ദേഷ്യമാ. അടുത്ത് വന്നു കഴിഞ്ഞാ ഒന്ന് രണ്ടും പറഞ്ഞ് വഴക്കുണ്ടാക്കും. ചാടിച്ചിനെ പോലെയാ പെരുമാറുന്നത്. സഹിക്കുന്നതിന് ഒരു പരിധിയില്ലേ? എല്ലാം കുഞ്ഞിന് വേണ്ടിയാ. അമ്മയോടും അച്ഛനോടും പറയാന്ന് വെച്ചാലോ? അച്ഛൻ ഇതൊന്നും താങ്ങാനാവില്ല. ആരോടാ ഇതൊക്കെ പറയണ്ടേന്ന് അറിയില്ല ജോൺ. എനിക്കാകെ ഭ്രാന്ത് പിടിക്കുക. ഞാൻ വേണമെങ്കിൽ നിനക്ക് അഡ്വൈസ് ചെയ്യാം. പക്ഷേ ഇതിനെക്കുറിച്ച് നിന്റെ ഹസ്ബൻഡിനോട് ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല. കാരണം അദ്ദേഹത്തിന് എന്നോട് സംശയം തോന്നി പ്രശ്നം വലുതാവുകയുള്ളൂ. കുട്ടികളെയൊക്കെ നല്ലോണം സന്തോഷിപ്പിക്കേ. അദ്ദേഹം മാറാൻ ചാൻസ് ഉണ്ട്. താങ്ക് യു ജോൺ. ഇതൊക്കെ ജോണിനോട് പറഞ്ഞതിന് ശേഷമാണ് എന്റെ മനസ്സിന് അല്പമെങ്കിലും ആശ്വാസം കിട്ടിയത്. ഓക്കെ ഷീലേ, ഒക്കെ ശരിയാവും. ഇതിനെന്താ ഇപ്പോ? എന്താ ഒരു സ്നേഹമല്ലേ? ഇനിയിപ്പോ ആ വീഡിയോ ഒന്ന് ശബ്ദമില്ലാതെ കണ്ടു നോക്ക്. ഈ വീഡിയോ നിങ്ങളുടെ സാഡിസ്റ്റായ ഭർത്താവ് കണ്ടാൽ നല്ല രസമായിരിക്കല്ലേ? എന്താ ബ്ലാക്ക് മെയിൽ ചെയ്യണോ? ഓ, ഇതിനാണോ ബ്ലാക്ക് മെയിൽ എന്ന് പറയുന്നത്? എത്ര കാശാ വേണ്ടെന്ന് പറ. അയ്യേ, എന്താ മേഡം ഇതൊക്കെ? കാശിന് വേണ്ടി ഇത്ര തരം താന്ന പണി കാണിക്കാൻ ഞാൻ അത്ര വൃത്തികെട്ടവനൊന്നുമല്ല മേഡം. പിന്നെന്താ തനിക്ക് വേണ്ടേ? എന്നും ഈ സാമ്പാർ കഴിച്ചാൽ മതിയോ? ഇടയ്ക്കൊക്കെ ഒരു ചിക്കൻ ബിരിയാണി കഴിക്കണ്ടേ? എന്നെപ്പോലത്തെ പാവപ്പെട്ടവനൊക്കെ പല വീട്ടിൽ നിന്ന് ആഹാരം. അതെ, അത് തന്നെ മേഡം. മേഡം ഇപ്പോൾ ചിന്തിച്ചത് തന്നെ. നിങ്ങളുടെ സാഡീസ് ഹസ്ബൻഡ് കൂടെ ഉള്ളതുപോലെ എൻ്റെ കൂടെയും ഇരിക്കാൻ പറ്റുമോ? അടിച്ചു നിന്നെ കണ്ണ് പൊട്ടിക്കും റാസ്കൽ. ഇതെല്ലാം കേട്ട് കേട്ട് മടുത്തിരിക്കാം മാഡം. ഈ അപ്പാർട്ട്മെന്റിലെ പെണ്ണുങ്ങളെല്ലാം ഇങ്ങനെ തന്നെയാണ്. പിന്നെ വഴി അതങ്ങ് ശീലമായിക്കോളും. ഈ അപ്പാർട്ട്മെന്റിലെ സകല ആൾക്കാർ ഇത് കണ്ടാൽ പിന്നെ എന്താ നടക്കുക? പോലീസിന് കംപ്ലൈന്റ് കൊടുക്കും ഞാൻ. അയ്യോ വേണ്ട വേണ്ട, പോലീസ് കംപ്ലൈന്റ് ഒന്നും ചെയ്യണ്ട. പോലീസ് കംപ്ലൈന്റ് ചെയ്താൽ പേടിച്ചു പോകുന്ന കരുതിയോ നീ? പോലീസ് കംപ്ലൈന്റ് കൊടുത്തോ, എനിക്ക് വിഷയമില്ല.
ഞാൻ ജയിലിലോട്ട് അങ്ങ് പോവും. പക്ഷെ നീ ഈ തെരുവിലൂടെ നടക്കും. കുഴപ്പമില്ലല്ലോ, നിന്റെ മാനം പോകും. പ്രശ്നമില്ലല്ലോ. പിന്നെ നടു റോഡിൽ നിന്നും എല്ലാരെയും നീ വാവാന്ന് വിളിക്കേണ്ടി വരും. അത് മതിയോ? ഇനി നീയാണ് തീരുമാനിക്കേണ്ടത്. അതുകൊണ്ടാ പറഞ്ഞത്, നടു റോഡിൽ വിൽക്കുന്ന തക്കാളിക്ക് ഇപ്പൊ ഭയങ്കര വിലയായിപ്പോയി. അതുകൊണ്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം മേടിച്ചാൽ മതി. നീ പ്യുവർ വെജിറ്റേറിയൻ തന്നെ ബെസ്റ്റ്. ഓക്കെ, അപ്പൊ ഞാൻ പോട്ടെ. സ്വർഗം താനിറങ്ങി വന്നതോ, സ്വപ്നം പൂത്തുലങ്ങി നിന്നതോ? ആരുടെ അതാ? ചോദിച്ചു കേട്ടില്ല, ആരാ? പകല് വന്നാ പ്രശ്നമാകുന്നുണ്ട്, രാത്രി വന്നിരിക്കുക. അവിടെ നിൽക്കുക, ഞാൻ ഇപ്പൊ വരിക. ഇതാണ് പറയുന്നത്. ഞാൻ വിചാരിച്ചാൽ കാര്യം നടത്തിയിരിക്കും. അതാണ് എൻ്റെ രീതി. എവിടെയാടി നീ? എവിടെ പോയി? ഇവിടെ കാണുന്നില്ലല്ലോ. ഇനി ഇരുട്ടത്തെങ്ങാനും മാറി നിൽപ്പുണ്ടോ ഇല്ലോ എന്നറിയത്തില്ല. അങ്ങോട്ട് ചേർന്ന് നോക്കാം. ഏയ് ഡീ, ഈ സൊസൈറ്റി ജീവിക്കുന്ന എല്ലാവർക്കും തന്നെ ഒരു ഡോക്ടർ, ഒരു ടീച്ചർ, ഒരു ഡ്രൈവർ അല്ലെങ്കിൽ ഒരു വാച്ച്മാനെ ആവശ്യമുള്ളതായി വരും. അവരോടുള്ള വിശ്വാസത്തിന്റെ പേരിൽ നമ്മൾ അവരുടെ അടുത്തേക്ക് പോകും. എന്നാൽ അവരാണെങ്കിലോ അവരുടെ ആവശ്യം നിറവേറ്റാൻ വേണ്ടി നമ്മളെ യൂസ് ചെയ്യും. എന്നാ സഞ്ജയും കിരണും തന്റെ ഫ്രണ്ട്സ് അല്ലേ? അവരെ എന്തിനാ? ഫ്രണ്ട്സോ? ബോയ് ഫ്രണ്ട് ഇവിടെ കല്ല് പോലെ വെറുതെ ഇരിക്കല്ലേ? എന്നാ അവളാണെങ്കിലോ അവളുടെ ഫ്രണ്ടിന്റെ കൂടെ അവൾ അവിടെ അടിച്ചു പൊളിക്കല്ലേ? അവൾക്ക് ഞാനാണോ വേണ്ടത് അതോ അവളാണോ വേണ്ടത്? പറ. അയ്യോ, ഇതിലും വേറെ നീ എന്നെ കൊല്ലുന്നതാ. പഴംപുരാണം നിർത്തിയിട്ടെടുത്ത് അടിക്കാൻ നോക്കടാ. എന്നാ ശരി. എടാ, ആ പ്രവി ചെയ്യുന്ന ഓരോ പരിപാടി കാരണം ഇതൊന്നും എന്റെ തലയിലോട്ട് അങ്ങോട്ട് കേറുന്നേ ഇല്ലടാ. ഞാനിതൊക്കെ എടുത്തോട്ടെ സാറേ? ആ, എടുത്തുണ്ടോക്കോ. ആ, പിന്നെ റൂമിൽ കുറച്ച് വെള്ളം എടുത്ത് വെച്ചേക്കേ. ഭയങ്കരമായിട്ട് ദാഹിക്കുന്നു എനിക്ക്. ഞാൻ വെക്കാം സാറേ. എടാ അളിയാ, നീ പോയി റെസ്റ്റ് എടുക്കാൻ നോക്കടാ. ആ, എന്നാ ഒരു കാര്യമുണ്ട്. ഈ പ്രവി എന്ന് പറയുന്ന ആളുണ്ടല്ലോ, ഒരു ദിവസമെങ്കിലും ഈ ഭൂമിയിൽ ഉണ്ടെങ്കിലുണ്ടല്ലോ മോനെ. അതൊക്കെ ഞാൻ നോക്കിക്കോളാം, നീ പോ. ആണ്ട് ഇപ്പൊ കുപ്പി നശിപ്പിച്ചേനെ. ഇവന്റെ ഒരു കാര്യം. പ്രവി പോയി, അവള് വന്നില്ല. എടാ അളിയ കിരണെ തുറക്കണ. എടാ ഞാൻ എന്താടാ നിനക്ക് കൊണ്ടോടാ ദാഹം? ചെല്ലേ പോയി എൻജോയ് ചെയ്യടാ.
അയ്യോ. എടാ ഷീസ് ഡെഡ്. ഒരു പെണ്ണിന് ഈ സമൂഹത്തിൽ ജീവിക്കണം എന്നുണ്ടെങ്കിൽ, അവൾക്ക് പുറത്തിറങ്ങണം എന്നുണ്ടെങ്കിൽ എത്രയോ കാമഭ്രാന്തന്മാരുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടേണ്ടതായിട്ടുണ്ട്. കായ്കറി വിൽപ്പനക്കാരിൽ തുടങ്ങി ക്യാബ് ഡ്രൈവർമാർ വരെ, വാച്ച്മാനിൽ തുടങ്ങി ഓഫീസ് സ്റ്റാഫ് വരെ എല്ലാവരും തന്നെ പെൺകുട്ടികളെ വൃത്തികെട്ട രീതിയിലാണ് നോക്കുന്നത്. 6 വയസ്സുള്ള കുഞ്ഞു മുതൽ 60 വയസ്സുള്ള വൃദ്ധയെ വരെ ആരെയും വെറുതെ വിടുന്നില്ല ഈ കാമവെറിയന്മാർ. എന്തിനേറെ പറയുന്നു സർ, ഇവിടെയുള്ള സാറിൻ്റെ അറ്റൻഡർ സാർ കോഫി വാങ്ങുന്നതിനിടെ എന്നെ തന്നെ തുറച്ചു നോക്കുമായിരുന്നു. ഓട്ടോയിലും ബസ്സിലും പോകുമ്പോൾ പെൺകുട്ടികളുടെ ദേഹത്ത് തട്ടി അതിൽ സുഖം കാണുന്നവരാണ് പലരും. 4 പേരുടെ മുൻപിൽ വെച്ച് യാതൊന്നും പറയാൻ കഴിയാതെ, ഒന്നും മറക്കാൻ പറ്റാതെ ഉരുകി തീരുകയാണ്. എന്റെ കൂട്ടുകാരികളോടും അനിയത്തിമാരോടും പറയാൻ എനിക്ക് ഒന്നേ ഉള്ളൂ, ഇനിയെങ്കിലും നിങ്ങൾ പ്രതികരിക്കണം. ആണൊരുത്തൻ എന്ന അഹങ്കാരത്തിൽ നിങ്ങളെ മാനം കെടുത്താൻ വരുന്നവനെ ചെരുപ്പോരി അടിക്കണം. പെൺകുട്ടികളോട് അപമര്യാദയായി പെരുമാറുന്ന എല്ലാ ആണുങ്ങളുടെയും ആണത്വം ഇല്ലാതാക്കണം. ഈ കേസിൽ എല്ലാ സാക്ഷികളെയും തെളിവുകളെയും അടിസ്ഥാനപ്പെടുത്തി കുറ്റവാളിയായി കരുതപ്പെടുന്ന ശ്രീമതി പ്രവാലിക അവരുടെ മാനസിക വിഭ്രാന്തിയാണ് ഈ കുറ്റകൃത്യങ്ങൾക്കൊക്കെ കാരണമെന്ന് ഈ കോടതിക്ക് ബോധ്യമായിരിക്കുകയാണ്. മാത്രമല്ല, ശ്രീമതി പ്രവാലികയെ തുടർ ചികിത്സയ്ക്കായി മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് പറഞ്ഞയക്കണമെന്ന് ഈ കോടതി ഇതിനകം ഉത്തരവിടുന്നു. പ്രവാലിക, ഒരു ഡോക്ടറായിട്ടല്ല ഞാൻ നിന്നെ കാണാൻ വന്നിരിക്കുന്നത്. എൻ്റെ ജോലി റിസൈൻ ചെയ്ത് ഒരു സാധാരണ മനുഷ്യനായിട്ടാണ് വന്നിരിക്കുന്നത്. നിനക്ക് ഒരു തരത്തിലുള്ള മാനസിക രോഗമില്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം. എന്തുകൊണ്ടാണ് ഞാനൊരു വ്യാജ സർട്ടിഫിക്കറ്റ് കൊടുത്തതെന്ന് നിനക്കറിയോ? ഈ സമൂഹത്തിലുള്ളവരെല്ലാം തന്നെ നിന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ ഞാൻ ആ കുറ്റവാളികളുടെ ഒപ്പം നിൽക്കുന്ന പോലെയാകും. നിന്റെ ഈ ധൈര്യത്തിന് മുന്നിൽ ഞാൻ ചെയ്യുന്നതൊന്നും വലിയ കാര്യമല്ല. നീ മനസ്സ് തുറന്ന് സത്യം പറഞ്ഞു എന്നല്ലാതെ ഞാൻ നിന്നെ ഹിപ്നോട്ടൈസ് ചെയ്തിട്ടില്ല. എൻ്റെ കടമകൾ നിറവേറ്റിയില്ലെങ്കിലും ശരി, നിനക്ക് നീതി കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. താങ്ക് യു ഡോക്ടർ. എനിക്ക് ചെയ്തു തീർക്കാൻ ഇനിയും ഒരുപാടുണ്ട്. ദൈവം ആ അവസരം ഡോക്ടറിലൂടെ എനിക്ക് തന്നിരിക്കുകയാണ്. സുധേ, കാപ്പി കൊണ്ടുവാ. പ്രവലിക, ഈ പേര് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും. കഴിഞ്ഞ വർഷം തുടർന്നുള്ള കൊലപാതകത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടാലും പല സ്ത്രീകളുടെ മനസ്സിൽ ധൈര്യവും വിശ്വാസവും പകർന്നുകൊടുത്തവൾ ഇന്ന് മനോനില വീണ്ടെടുത്ത സമൂഹത്തിലേക്ക് തിരിച്ചു വരുന്നു. അന്ന് ഏവരും സ്വീകരിച്ചിരുന്ന പ്രവലികയെ ഇന്ന് ഈ സമൂഹം എങ്ങനെ സ്വീകരിക്കുമെന്നുള്ളത് നമുക്ക് നോക്കാം. താങ്ക് യു ഡോക്ടർ. എനിക്ക് ചെയ്തു തീർക്കാൻ ഇനിയും ഒരുപാടുണ്ട്. ദൈവം ആ അവസരം ഡോക്ടറിലൂടെ എനിക്ക് തന്നിരിക്കുകയാണ്. ഹലോ മിസ്റ്റർ ആനന്ദ്, എവിടെയുള്ളത്? അവിടെ തന്നെ നിൽക്ക്, ഞാനിതാ വരുന്നു. പ്രവി, എന്താ നീ ആലോചിക്കുന്നത്? ഒന്നുമില്ല. നമ്മൾ എവിടേക്കാ? ഫ്ലാറ്റിലേക്ക്. നിന്നോട് എനിക്ക് കുറച്ച് സംസാരിക്കണം. വേറെ എവിടെയെങ്കിലും പോയാലോ? ശരി. സർ സർ, അതാ പ്രവാലിക പോകുന്നു സർ. എവിടെ?
പ്രവി എന്താ ഇങ്ങോട്ടേക്ക് വന്നേക്കുന്നത്? എനിഹൗ ഐ മിസ്ഡ് യു സോ മച്ച്. സഞ്ജയ്, what happened? Oh my God! ഇത് മദ്യപിച്ചപ്പോ അറിയാതെ പറ്റിപ്പോയതാ. നിന്റെ കാല് പിടിച്ച് ഞാൻ പറയാം, അറിയാതെ പറ്റിപ്പോയതാ. പ്ലീസ് മധു, ഞാൻ പറയുന്നത്. എന്താണ് ഈ ചെയ്തു വെച്ചിരിക്കുന്നത്? ദ്രോഹികളെ. ഒച്ച വെച്ചാലുണ്ടല്ലോ ഇപ്പോൾ ടെൻഷനിൽ നിന്നെ കൂടി കൊന്നുകളയും ഞങ്ങള്. അവൾ എന്റെ ലവറാ, വിടാ അവളെ. പറഞ്ഞു മനസ്സിലാക്കടാ. അറിയാതെ സംഭവിച്ചതാ, ഒന്ന് മനസ്സിലാക്കും മധു. എങ്ങനെയെങ്കിലും ഈ പ്രശ്നത്തിന് നീ വേണം പരിഹാരം കാണാൻ. പ്ലീസ് പ്ലീസ് മധു, പ്ലീസ് എന്നെ ഒന്ന് സഹായിക്കേ. പ്ലീസ് മധു. ആ പാവം പിടിച്ച ഗൗരിയെ കൊന്നപ്പോ ഒരല്പം പോലും കുറ്റബോധം തോന്നിയില്ല നിനക്ക്? കൂടെയുള്ള പെൺകുട്ടികൾക്ക് ഒരു ആപത്ത് സംഭവിക്കുമ്പോ അത് ചോദ്യം ചെയ്യാത്ത നിന്നെ പോലുള്ള പെണ്ണുങ്ങൾ കാരണം പെൺവർഗത്തിന് തന്നെ മാനക്കേട് ഉണ്ടാക്കുന്നത് മാത്രമല്ല, ആ കുറ്റം മറച്ചു വെക്കുന്നതും ഒരു തെറ്റ് തന്നെയാ.